ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 12 കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാർട്ട് 1 വീഡിയോയിൽ. സോ സൊല്യൂഷൻസിൻ്റെ പാർട്ട് 1 വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആ വീഡിയോയിലേക്ക് പോകാൻ സാധിക്കും. ഒപ്പം ഞാൻ സോളിഡ് സ്റ്റേറ്റും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു, സോ അതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനേഷൻ ഓഫ് മോളാർ മാസ് ആണ്. അപ്പോൾ നമുക്കതെന്താ നോക്കാം. Colligative properties. Colligative properties are properties of dilute solutions which depend upon only the number of moles of solute but does not depend upon its nature. അതായത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡൈല്യൂട്ട് സൊല്യൂഷൻസിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷൻസ്, അതായത് കോൺസെൻട്രേഷൻ കുറവുള്ള സൊല്യൂഷൻസ്, അവരുടെ പ്രോപ്പർട്ടീസിനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുക. ആ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുക ആ സൊല്യൂഷൻ്റെ നേച്ചറിനെ അല്ല, പക്ഷേ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ്. സൊല്യൂട്ട് എത്ര നമ്പർ ഓഫ് മോൾസിലുണ്ട് അതിനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് ചോദിക്കാം. The four colligative properties are relative lowering of vapor pressure RLVP, elevation and boiling point, depression and freezing point, osmotic pressure. അപ്പോൾ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് RLVP, അതായത് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണെന്നുള്ളൊരു ചെറിയ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റിലുള്ള എലിവേഷൻ എന്ന് പറഞ്ഞാൽ റൈസ്, അങ്ങനത്തെ ഒരു മീനിങ്, ഉയർച്ച. പിന്നെ ഡിപ്രഷൻ ആൻഡ് ഫ്രീസിങ് പോയിന്റിലുള്ള താഴ്ച, ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള RLVP, അതായത് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്താണെന്ന് നോക്കാം. അപ്പോൾ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിൽ on adding a non-volatile solute to a pure solvent, vapor pressure will decrease. അതായത് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോവാത്ത സൊല്യൂട്ട്. ഓക്കെ, അങ്ങനത്തെ സൊല്യൂട്ട്സിനെ നമ്മൾ പ്യുവർ സോൾവെൻറ്റിലേക്ക് ഇടുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? വേപ്പർ പ്രഷർ കുറയും. ഓക്കെ, അത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ആവുന്ന സൊല്യൂഷൻസിൻ്റെ വേപ്പർ പ്രഷറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട്സ്, അതായത് NaCl, ഗ്ലൂക്കോസ്, കെയിൻ ഷുഗർ പോലത്തെ ഉള്ള സൊല്യൂട്ട്സിനെ നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ പ്യുവർ സോൾവെൻറ്റിനെക്കാട്ടും കുറവ് വേപ്പർ പ്രഷർ ആയിരിക്കും അത്തരത്തിലുള്ള സൊല്യൂഷൻസ് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് അല്ലേ. എന്നിട്ട് നമ്മൾ പറഞ്ഞു കൈബി നമ്മൾ ഡെറൈവ് ചെയ്ത് കൈബി ഈസ് ഈക്വൽ ടു P0A - P total by P0A എന്നൊക്കെ കണ്ടു. എന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡാണ് RLVP എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പാർട്ട് 1-ലുള്ളതാണ്. അപ്പോൾ ഇതിൽ RLVPനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ പ്യുവർ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ what happens is that vapor pressure കുറയും, because some of the surface is occupied by non-volatile solute and it prevents the solvent molecules from entering into vapor phase. അപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞു അല്ലേ, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ്, അപ്പോൾ അത് വേപ്പറൈസ് ചെയ്ത് പോവില്ല. അപ്പോൾ അത് ആ സോൾവെൻറ്റിൻ്റെ സർഫസിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അത് പോവില്ല, ആ സോൾവെൻറ്റ് മോളിക്യൂൾസിനെ വേപ്പർ ഫേസിലേക്ക് പോകാൻ വിടില്ല. ഓക്കെ, അതിനെ സമ്മതിക്കില്ല. അപ്പോൾ ഇത് കാരണം വേപ്പർ പ്രഷർ കുറയും. വേപ്പർ ഫേസിലേക്ക് ആരും പോകണില്ലല്ലോ, അപ്പോൾ വേപ്പർ പ്രഷർ കുറയും. അങ്ങനെ നമുക്ക് കിട്ടിയതാണ് P total is equal to PA എന്ന് പറഞ്ഞിട്ട്. കാരണം സൊല്യൂട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യണില്ല വേപ്പർ പ്രഷറിലേക്ക്. അപ്പോൾ നമുക്ക് P total equal to PA plus PB എന്ന് എഴുതേണ്ട ആവശ്യമില്ല, കാരണം PBയിൽ സൊല്യൂട്ടിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒന്നുമില്ല. അപ്പോൾ PB എന്ന് എഴുതേണ്ട ആവശ്യമില്ല. സോ P total is equal to PA എന്ന് എഴുതാം. എന്നിട്ട് PAനെ നമ്മൾ എന്ത് എഴുതി? P0A into Chi-A. ഇനി Chi-A എന്ന് പറഞ്ഞാൽ 1 - Chi-B അല്ലേ, അപ്പോൾ അതങ്ങനെ എഴുതി P0A into 1 - Chi-B. എന്നിട്ട് Chi-Bനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടു, ബാക്കിയല്ലാതെ റൈറ്റിലേക്ക് കൊണ്ടുപോയി. സോ P0A - P total by P0A. ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ്. അതിൽ റൈറ്റ് ഹാൻഡ് സൈഡ്, അതായത് P0A - P total by P0A എന്ന് പറയുന്നതാണ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. P0A - P total by P0A is known as RLVP. Since RLVP is equal to the mole fraction of solute, that is, it depends upon the number of solute particles, RLVP is a colligative property. അപ്പോൾ ഒരു പ്രോപ്പർട്ടി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതെന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞേ? ആ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസിന് അല്ലേ. അപ്പോൾ അതങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന പ്രോപ്പർട്ടി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആവുള്ളൂ. ഇവിടെ RLVP നോക്കൂ, നമ്മൾ പറഞ്ഞു Chi-B is equal to P0A - P total by P0A എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ P0A - P total by P0Aനെയാണ് നമ്മൾ RLVP എന്ന് വിളിച്ചത്. ഈ RLVP എന്ന് പറയുന്നത് Chi-Bക്ക് ഈക്വൽ അല്ലേ. Chi-B എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ അല്ലേ. സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ മോൾ ഫ്രാക്ഷൻ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യണേ? നമ്പർ ഓഫ് മോൾസ്. ഈ കേസിൽ സൊല്യൂട്ടിൻ്റെ, അപ്പോൾ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിപ്പെൻഡ് ചെയ്യണ കാരണം RLVP ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ.
ഓക്കെ, അങ്ങനെയാണ് പ്രൂവ് ചെയ്യുക. അങ്ങനെ പ്രൂവ് ചെയ്തിട്ട് വേണം എഴുതാൻ കേട്ടോ. ഇനി അടുത്തത് കാൽക്കുലേഷൻ ഓഫ് മോളിക്കുലർ മാസ് ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ടാണ് നമ്മൾ ആഡ് ചെയ്യണം അല്ലേ. സോ അവർ മോളാർ മാസ് നമ്മളെങ്ങനെ കാണുക, മോളിക്കുലർ മാസ് നമ്മളെങ്ങനെ കാണുക, അതിനുള്ള വഴിയാണ് പറയണത്. നമുക്കറിയാം P0A - P total by P0A എന്ന് പറയുന്നത് കൈബിയാണ്. കൈബിനെ നമുക്ക് എങ്ങനെ എഴുതാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി കമ്പണൻസ് അല്ലേ. സോ NB by NB plus NA എന്ന് എഴുതിക്കൂടെ. ഇനി സിൻസ് ദ സൊല്യൂഷൻ ഇസ് എ ഡൈല്യൂട്ട് സൊല്യൂഷൻ NB is very small compared to NA. സൊല്യൂഷൻ ഡൈല്യൂട്ടഡ് ആണ് അല്ലേ, അതായത് കോൺസെൻട്രേഷൻ കുറവാണ്. സോ NB എന്ന് പറയുന്നത് NAനെക്കാട്ടും കുറവായിരിക്കും. അതായത് സൊല്യൂട്ട് അതിൽ നല്ലോണം അലിഞ്ഞുണ്ടാവും. ഓക്കെ, അലിഞ്ഞിട്ടുള്ള കാരണം തന്നെ അത് നല്ലോണം ഡൈല്യൂട്ടഡ് ആയി നമുക്ക് പറഞ്ഞുകൂടെ, ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞുകൂടെ അതിനെ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ NB NAനെക്കാട്ടും വളരെ കുറവാണെന്ന് നമ്മൾ പറയണേ. അപ്പോൾ അങ്ങനെ വളരെ കുറവാകുമ്പോൾ നമുക്ക് ആ NBനെ നെഗ്ലക്റ്റ് ചെയ്യാം ഡിനോമിനേറ്ററിൽ നിന്ന്. ഓക്കെ, NBനെ NA എന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ NBക്ക് വളരെ കുറവ് വാല്യൂ ആയ കാരണം നമുക്ക് അതിനെ ഡിനോമിനേറ്ററിൽ നിന്ന് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, P0A - P total by PA is equal to NB by NA എന്ന് കിട്ടും. ഇനി NBനെ നമുക്ക് എങ്ങനെ എഴുതാം, WB by MB എന്ന് എഴുതിക്കൂടെ. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇസ് ഇക്വൽ ടു ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളിക്കുലർ മാസ് അല്ലേ. സോ WB by MB എന്ന് എഴുതി ബൈ NAനെ എങ്ങനെ എഴുതാം, WA by MA അല്ലേ. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് എങ്ങനെ കിട്ടും, WB into MA by MB into WA. ഇനി അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് എന്താ, മോളിക്കുലർ മാസ് ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താ B അല്ലേ, B എന്നല്ല അതിനെ ഡിനോട്ട് ചെയ്യുക. പിന്നെ മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ എമ്മും, അപ്പോൾ MB ആണ് നമുക്ക് കാണേണ്ടത്. സോ MBനെ ഒരു സൈഡിലേക്ക് ബാക്കി എല്ലാത്തിനെ റൈറ്റിലേക്ക് കൊണ്ടുപോകുക. സോ MB is equal to P0A into WB into MA by P0A - P total into WA. അപ്പോൾ ഇതാണ് നമ്മുടെ നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ പ്രോബ്ലംസ് ഇതിനെ ബേസ് ചെയ്തിട്ട് വരും. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി അടുത്തത് എലിവേഷൻ ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. ബോയിലിംഗ് പോയിൻറ്റിൽ വരുന്ന ഇൻക്രീസ്. ഇതാണ് നമ്മുടെ ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫ് എന്താണെന്ന് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് എന്താണ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് നോക്കാം. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് എ ലിക്വിഡ് ഇസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഇറ്റ്സ് വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഒരു ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയണമെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അതിൻ്റെ വേപ്പർ പ്രഷറായിട്ട് ഏത് ടെമ്പറേച്ചറിലാണോ ഈക്വൽ ആവുന്നത് ആ ടെമ്പറേച്ചറിനെയാണ് ആ ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയാം. ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഏത് ടെമ്പറേച്ചറിലാണോ അതിൻ്റെ വേപ്പർ പ്രഷറായിട്ട് ഈക്വൽ ആവുന്നത് ആ ടെമ്പറേച്ചറിനെയാണ് ആ ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയാം. ലെറ്റ് T0B ഇസ് ദി ബോയിലിംഗ് പോയിൻ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്. അതായത് T0B ഇതാണ് പ്യുവർ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് വിചാരിക്കാം. That is, at this temperature the vapor pressure of solvent becomes equal to atmospheric pressure. അതായത് വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും സോൾവെൻറ്റിൻ്റെ ഈക്വൽ ആവുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T0B ആണെന്ന് വിചാരിക്കാം. ഓൺ ആഡിങ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ടു എ സോൾവെൻറ്റ് വേപ്പർ പ്രഷർ ഡിക്രീസസ്. അതായത് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് നമ്മൾ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യാണ്. വേപ്പറൈസ് ചെയ്ത് പോവാത്തൊരു സൊല്യൂട്ട് നമ്മൾ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് വേപ്പർ പ്രഷർ കുറയും അല്ലേ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് വന്നത് അതാണ്, വേപ്പർ പ്രഷർ കുറയും. ഹെൻസ് ദ റിസൾട്ടിങ് സൊല്യൂഷൻ വിൽ നോട്ട് ബോയിൽ അറ്റ് T0B. അപ്പോൾ എന്തുണ്ടാവും, വേപ്പർ പ്രഷർ കുറയുമ്പോൾ ആ T0B എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലായിരിക്കില്ല നമ്മുടെ സൊല്യൂഷൻ ബോയിൽ ചെയ്യുക. കാരണം എന്താ, നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ആ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ഈക്വൽ ആവുന്ന ടെമ്പറേച്ചർ ആയിരുന്നു T0B എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു നോൺ വോൾട്ടേജ് സൊല്യൂട്ട് ആഡ് ചെയ്ത കാരണം അതിൻ്റെ വേപ്പർ പ്രഷർ കുറഞ്ഞു അല്ലേ. സോ അതിനെ ഈക്വലൈസ് ചെയ്യുന്ന ടെമ്പറേച്ചർ T0B അല്ല. അപ്പോൾ അത് ഏത് ടെമ്പറേച്ചറിലായിരിക്കും ബോയിൽ ചെയ്യുക നോക്കാം. ബട്ട് ഇറ്റ് വിൽ ബോയിൽ ഓൺലി അറ്റ് എ ഹയർ ടെമ്പറേച്ചർ, ലെറ്റ് ഇറ്റ് ബി TB. അപ്പോൾ ഇതിനെക്കാട്ടും ഹയർ ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ വേണം അല്ലേ. അത് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹയർ ആയിട്ടുള്ള ടെമ്പറേച്ചർ വേണം, കാരണം വേപ്പർ പ്രഷർ കുറഞ്ഞു. സോ അത് നമ്മുടെ അറ്റ്മോസ്ഫിയറും പ്രഷറും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ടെമ്പറേച്ചർ വേണം. അതാണ് TB എന്ന് വിചാരിക്കുക. കണ്ടു, T0B ഇവിടെ ഇത് ടെമ്പറേച്ചർ വേപ്പർ പ്രഷർ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഗ്രാഫാണ്. അപ്പോൾ ഇതിൽ ടെമ്പറേച്ചറിൻ്റെ അവിടെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ T0B TBനെ കമ്പയർ ചെയ്ത് കുറവാണ് അല്ലേ. കാരണം നമുക്കൊരു ഹയർ ടെമ്പറേച്ചർ വേണം. ഇപ്പോൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്തപ്പോൾ ആ സൊല്യൂഷനെ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹയർ ടെമ്പറേച്ചർ വേണം. അപ്പോൾ അതായിട്ടാണ് നമ്മൾ TB എടുത്തേണേ. Since TB is greater than T0B, there is an elevation in boiling point. അപ്പോൾ TB T0Bനെക്കാട്ടും ഗ്രേറ്റർ ആയിട്ടുള്ള കാരണം അവിടെ ഒരു എലിവേഷൻ വന്നു അല്ലേ. The elevation and boiling point is denoted as delta TB. അപ്പോൾ ബോയിലിംഗ് പോയിന്റിലുള്ള അത്തരത്തിലുള്ള ഒരു എലിവേഷനെയാണ് നമ്മൾ delta TB കൊണ്ട് ഡിനോട്ട് ചെയ്യുക.
ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു ടി ബി മൈനസ് ടി സീറോ ബി അല്ലേ? നമ്മളെപ്പോഴും ഗ്രേറ്ററിൽ നിന്നാണ് സ്മോളർ വാല്യൂ മൈനസ് ചെയ്യുക അല്ലേ? അപ്പോൾ ഗ്രേറ്റർ ഇവിടെ ഏതാ ടി ബി. സോ ടി ബി മൈനസ് ടി സീറോ ബി ആണ് ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത്. ഡെൽറ്റ ടി ബി എന്ന് പറഞ്ഞാൽ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ആസ് എ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇൻക്രീസസ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഓൾസോ ഇൻക്രീസസ്. അതായത് വേപ്പർ പ്രഷർ കുറഞ്ഞു വരുന്നത് കൂടുന്തോറും ആ പോയിന്റ് കിട്ടുന്നുണ്ടോ? അതായത് നമ്മളിവിടെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വേപ്പർ പ്രഷർ കുറയാണ് ചെയ്യുന്നത്. ആ കുറവെന്ന് പറഞ്ഞത് കൂടി വരല്ലേ? അതായത് വേപ്പർ പ്രഷർ കുറഞ്ഞു വരിക. അപ്പോൾ ആ കുറവ് കൂടി വരല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ബോയിലിംഗ് പോയിന്റിലുള്ള എലിവേഷൻ കൂടി വരും. അതായത് എത്രത്തോളം വേപ്പർ പ്രഷർ കുറഞ്ഞു വരുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചർ കൂട്ടേണ്ടി വരും അല്ലേ? അപ്പോൾ ബോയിലിംഗ് പോയിന്റും കൂടും. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഡെൽറ്റ ടി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി ആയില്ലേ? അതായത് വേപ്പർ പ്രഷർ എത്ര കൊണ്ട് ലോവർ ചെയ്ത് വരുന്നോ അത്രത്തോളം ബോയിലിംഗ് പോയിന്റിലുള്ള എലിവേഷൻ കൂടി വരല്ലേ? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കേട്ടോ. അല്ലാണ്ട് വേപ്പർ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോയിലിംഗ് പോയിന്റ് എന്നല്ല. ആ പോയിന്റ് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ മുമ്പത്തേലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നത് എത്രത്തോളം വേപ്പർ പ്രഷർ കൂടുന്നോ അതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് വേപ്പർ പ്രഷറിൻ്റെ ലോവറിംഗ് കൂടുന്തോറും എത്ര കൊണ്ട് അത് കുറഞ്ഞു വരുന്നത് ആ എമൗണ്ട് കൂടുന്നു, എത്ര കൊണ്ട് കുറയണു എന്നുള്ളത് കൂടുന്നതിനനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിന്റിലുള്ള എലിവേഷൻ കൂടി തുടങ്ങും. ഓക്കെ, അപ്പോൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്നാണ്. ഓക്കെ, സിൻസ് ഡെൽറ്റ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ ബി നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? അപ്പോൾ ഡെൽറ്റ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ ബി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡെൽറ്റ പിക്ക് പകരം ഡെൽറ്റ പിയും ഡെൽറ്റ ടി ബിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഡെൽറ്റ പിക്ക് പകരം നമുക്ക് ഡെൽറ്റ ടി ബിനെ കൊടുത്തൂടെ? സോ ഡെൽറ്റ ടി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ ബി. അപ്പോൾ എന്തുണ്ടായി? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയില്ലേ? സിൻസ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ഇറ്റ് ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ ബി ആണെന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താ? അപ്പോൾ അത് നമ്പർ ഓഫ് സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നല്ലേ? അപ്പോൾ അങ്ങനെ നമ്പർ ഓഫ് സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഏതാണ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ? അപ്പോൾ അവിടെ പ്രൂവ് ചെയ്തു നമ്മൾ. ഇനി ഡെൽറ്റ ടി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ ബി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ടുവരാം. സോ ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കൈ ബി. കൈ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ബി ബൈ എൻ എ പ്ലസ് എൻ ബി അല്ലേ? സോ കെ ഇൻറ്റു എൻ ബി ബൈ എൻ എ പ്ലസ് എൻ ബി. സിൻസ് ദ സൊല്യൂഷൻ ഇസ് എ ഡൈല്യൂട്ട് സൊല്യൂഷൻ എൻ ബി ഇസ് സ്മോൾ കമ്പയർഡ് ടു എൻ എ, സോ വി ക്യാൻ നെഗ്ലെക്റ്റ് എൻ ബി ഫ്രം ദിസ് ഡിനോമിനേറ്റർ. സെയിം പ്രോസസ്സ് തന്നെ. എൻ ബി എന്നെക്കാട്ടും കമ്പയർ ചെയ്ത് കുറവാണ് ഡൈല്യൂട്ട് സൊല്യൂഷൻ ആയ കാരണം. ഡൈല്യൂട്ട് ചെയ്ത് പോയി, അപ്പോൾ അതിലധികം ഇല്ല. അപ്പോൾ നമുക്ക് അതിനെ ഡിനോമിനേറ്ററിൽ നെഗ്ലെക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എൻ ബി ബൈ എൻ എ എന്നാവും. ഇനി എൻ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡബ്ല്യു ബി ബൈ എം ബി. എൻ എനെയോ ഡബ്ല്യു എ ബൈ എം എ. ആ എം എനെ ന്യൂമറേറ്ററിലേക്ക് എടുത്തു എന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഡബ്ല്യു ബി ബൈ എം ബി എന്ന് പറയുന്നത് എൻ ബി ആണ് അല്ലേ? സോ ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എൻ ബി ഇൻറ്റു എം എ ബൈ ഡബ്ല്യു എന്ന് എഴുതിക്കൂടെ? കാരണം എൻ ബി എന്ന് പറയുന്നത് ഡബ്ല്യു ബി ബൈ എം ബി ആണ് അല്ലേ? അങ്ങനെ എഴുതി. ഇനി സിൻസ് എൻ ബി ബൈ ഡബ്ല്യു എ റെപ്രസെൻറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ ഡബ്ല്യു എ ഗ്രാം ഓഫ് സോൾവെൻറ്റ് വിച്ച് റെപ്രസെൻറ്റ് മൊളാലിറ്റി. എൻ ബി ബൈ ഡബ്ല്യു എ ശരിക്കും പറഞ്ഞാൽ എന്താണ്? എൻ ബി എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലേ? ബൈ ഡബ്ല്യു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഡബ്ല്യു എ ഗ്രാം ഓഫ് സോൾവെൻറ്റ്. സോ സൊല്യൂട്ട് ബൈ സോൾവെൻറ്റ് എന്തെങ്കിലും ഒരു റിലേഷൻ തോന്നുന്നുണ്ടോ? മൊളാലിറ്റീനെയാണ് ഇത് ഡിനോട്ട് ചെയ്യണത്. സോൾവെൻറ്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട് അതിനെയാണ് നമ്മൾ മൊളാലിറ്റി എന്ന് പറയാറ് അല്ലേ? സോ എൻ ബി ബൈ ഡബ്ല്യു എന്ന് പറയുന്നത് നമുക്ക് മൊളാലിറ്റി സ്മോൾ ലെറ്റർ എം എന്ന് എഴുതിക്കൂടെ? ഇനി സിൻസ് എം എ ഇസ് എ കോൺസ്റ്റൻറ്റ് ഫോർ എ പെർട്ടിക്കുലർ സോൾവെൻറ്റ്, കെ ഇൻറ്റു എം എ ക്യാൻ ബി ടേക്കൺ ആസ് അനദർ കോൺസ്റ്റൻറ്റ് കെ ബി. അതായത് ഇവിടെ എം എ ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? ഒരു സോൾവെൻറ്റിന് ഒരു പെർട്ടിക്കുലർ മോളിക്കുലർ മാസ് ഉണ്ടാവും. അത് ആ സോൾവെൻറ്റിന് എവിടെ പോയാലും ആ ഒരു മോളാർ മാസ് തന്നെ ഉണ്ടാവുക അല്ലേ? അപ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? കെ ഇൻറ്റു എം എ. കെ ഒരു കോൺസ്റ്റൻ്റ് ആണ്, എം എ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ രണ്ട് കോൺസ്റ്റൻസും കൂടിയിട്ട് നമ്മൾ വേറൊരു കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് എഴുതാണ് കെ ബി. ബോയിലിംഗ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻ്റ് ആയ കാരണം ബിന്ന് എടുത്തു. സോ ഡെൽറ്റ ടി ബി ഇസ് ഇക്വൽ ടു കെ ബി ഇൻറ്റു എം എന്ന് എഴുതി കൂടെ? ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ കെ ബി എന്ന് പറയുന്നത് മോളാർ എലിവേഷൻ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ മോളാർ എബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് എന്നൊക്കെ പറയാറുണ്ട്. മോളാർ എലിവേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കാം.
വെൻ എം ഇസ് ഈക്വൽ ടു 1 ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി. അതായത് നമ്മൾ ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം എന്ന് പറഞ്ഞ ഇക്വേഷനിൽ മൊളാലിറ്റി 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഡെൽറ്റ കെ ബിയും കെ ബി ഈക്വൽ ആവില്ലേ? സോ കെ ബിനെ നമ്മൾ എന്ത് പറയാം? നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം? മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു ദി എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് വെൻ മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 1. അതായത് മൊളാലിറ്റി എപ്പോഴാണോ ഈക്വൽ ആവുന്നത് ആ പോയിന്റിൽ ബോയിലിംഗ് പോയിന്റിലുള്ള എലിവേഷൻ എന്ന് പറയുന്നത് ഈ മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റിൽ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം അല്ലേ? അതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ കേട്ടോ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൽ. അപ്പോൾ അതിൽ നമുക്ക് എമ്മിനെ മൊളാലിറ്റീനെ എങ്ങനെ എഴുതാം? ഡബ്ല്യു ബി ഇൻറ്റു 1000 ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ അല്ലേ? അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ എന്നാവും. ഈ എം ബിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം, ഡെൽറ്റ ടി ബിനെ റൈറ്റിലേക്ക് കൊണ്ടുവരണം. സോ എം ബി ഇസ് ഈക്വൽ ടു 1000 ഇൻറ്റു കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ബൈ ഡെൽറ്റ ടി ബി ഇൻറ്റു ഡബ്ല്യു എ എന്നിട്ട് കൂടെ. അപ്പോൾ ഇതാണ് നമ്മുടെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കാം, എളുപ്പമാണ്. നിങ്ങൾക്കൊരു ബേസിക് ഇക്വേഷൻസ് അറിഞ്ഞു വയ്ക്കുക, അപ്പോൾ പിന്നെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൽ ഈ ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം. വേപ്പർ പ്രഷർ അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ ഗ്രാഫാണ് കേട്ടോ. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്താ ഉള്ളതെന്നാണ് നോക്കേണ്ടത്. ടെമ്പറേച്ചറാണ് എക്സ് ആക്സിസിൽ വരുന്നത്, വൈ ആക്സിസിൽ വരുന്നത് വേപ്പർ പ്രഷർ. അപ്പോൾ നമ്മളൊരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ലെവൽ ഇതാണെന്ന് കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ പറഞ്ഞു പ്യുവർ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നതാണ് T0B അല്ലേ? അത് ടി ബിനെക്കാട്ടും ചെറുതാണ്. അപ്പോൾ ആദ്യം വരെ T0B ആയിരിക്കും, പിന്നെ ടി ബി എഴുതാം. എന്നിട്ട് ഒരു ഡോട്ടഡ് ലൈൻ ഇതിനെ ടച്ച് ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ടച്ച് ചെയ്തിട്ട് T0B എന്നും ടി ബി എന്നും കൊടുക്കുക. ഈ T0Bയും ടി ബിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ? അതിനെ ഡിനോട്ട് ചെയ്യണതാണ് ഡെൽറ്റ ടി ബി. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇനി നമ്മൾ T0B എന്ന് പറയുമ്പോൾ സോൾവെൻറ്റ് മാത്രമായിട്ടുള്ള കണ്ടീഷൻസ് ആയിരുന്നു. നമ്മൾ ഒരു സൊല്യൂട്ടും ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ സോൾവെൻറ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവുമായിരുന്നു. നമ്മൾ വേപ്പർ പ്രഷർ കൂടുന്നതിനനുസരിച്ച് T0B കൂടി അങ്ങനെ തന്നെ പോവുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ടിനെ ആഡ് ചെയ്തു. അപ്പോൾ എന്തുണ്ടായി? സോൾവെൻറ്റ് പ്ലസ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ അല്ലേ? അപ്പോൾ ആ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റിനെയാണ് ഇവിടെ കാണിക്കുന്നത്. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ ആ സൊല്യൂഷൻ എന്ത് സംഭവിച്ചു, ഏത് ബോയിലിംഗ് പോയിന്റിലാണ് അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ എത്തണേ എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ഗ്രാഫ് ഇങ്ങോട്ട് പോയാണ്. ഓക്കെ, ടി ബിനെ ടച്ച് ചെയ്തിട്ടാണ് ഗ്രാഫ് വരിക. കാരണം എന്താ? ടി ബിയിലാണ് നമ്മളൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മുടെ വേപ്പർ പ്രഷറായിട്ട് ഈക്വൽ ആവുന്ന ടെമ്പറേച്ചർ അല്ലേ? ടി ബി എന്ന് പറയുന്ന ടെമ്പറേച്ചറാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗ്രാഫ് ടി ബിനെ ടച്ച് ചെയ്തിരിക്കുന്നത്. ഗ്രാഫ് ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്. ഫ്രീസിങ് പോയിന്റിലുള്ള ഡിപ്രഷൻ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഗ്രാഫ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഫ്രീസിങ് പോയിന്റ് ഇസ് ദ പോയിന്റ് അറ്റ് വിച്ച് ഇറ്റ്സ് സോളിഡ് ഫോം ആൻഡ് ലിക്വിഡ് ഫോം ആർ അറ്റ് ഇക്വിലിബ്രിയം. ഫ്രീസിങ് പോയിന്റ് എന്ന് പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സോളിഡ് ഫോമും ലിക്വിഡ് ഫോമും ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന പോയിന്റിനെയാണ് ഫ്രീസിങ് പോയിന്റ് എന്ന് പറയാം. ലെറ്റ് ബി ഇസ് എ പോയിന്റ് വേർ ദ സോളിഡ് ഫോം and the liquid form of a solvent that is water exist at equilibrium. അപ്പോൾ ബി എന്നുള്ള പോയിന്റിലാണ് സോളിഡ് ഫോമും ഒരു സോൾവെൻറ്റിൻ്റെ സോളിഡ് ഫോമും ലിക്വിഡ് ഫോമും ഇക്വിലിബ്രിയത്തിൽ ഇരിക്കണം പോയിന്റ് എന്ന് വിചാരിക്കാം. ബി എന്ന് പറഞ്ഞ പോയിന്റ് ആ ഗ്രാഫിൽ കാണുന്നില്ലേ? അപ്പോൾ ആ പോയിന്റിലാണ് നമ്മുടെ സോൾവെൻറ്റ്, അതായത് ഇവിടെ എടുത്തേണ്ടത് വാട്ടർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ വാട്ടറിൻ്റെ സോളിഡ് ഫോമും ലിക്വിഡ് ഫോമും ഇക്വിലിബ്രിയത്തിൽ വരുന്ന പോയിന്റ് ബി പോയിന്റ് ആണെന്ന് വിചാരിക്കാം. The temperature corresponding to B is denoted as T0F. അപ്പോൾ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറിനെ നമ്മൾ T0F എന്ന ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. വിച്ച് ഇസ് എ ഫ്രീസിങ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്. അപ്പോൾ T0F എന്ന് പറയുന്നതാണ് പ്യുവർ സോൾവെൻറ്റിൻ്റെ ഫ്രീസിങ് പോയിന്റ്. നമ്മൾ മുമ്പത്തെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൽ T0B ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ ഫ്രീസിങ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെൻ്റ് ആണ് T0F എന്ന് പറയുന്നത്. അപ്പോൾ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് T0F. ആ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ആ പോയിന്റിൽ സോളിഡ് ഫോം സോൾവെൻറ്റിൻ്റെ സോളിഡ് ഫോമും ലിക്വിഡ് ഫോമും ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, ഓൺ ആഡിങ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ടു ദിസ് സൊല്യൂഷൻ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഡിക്രീസസ് അല്ലേ? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് അല്ലെങ്കിൽ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വേപ്പർ പ്രഷർ കുറയും അല്ലേ? ഓൺ കൂളിംഗ് ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഡിക്രീസസ് അലോങ് DE. അപ്പോൾ നമ്മൾ കൂൾ ചെയ്യിപ്പിക്കുകയാണ്. ഇനി കൂൾ ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ DE കണ്ടു, ആ DEനെ അലോങ് ആയിട്ട് വേപ്പർ പ്രഷർ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറഞ്ഞു വരികയാണ് കേട്ടോ. നമ്മൾ ഡിന്ന് വേണം തുടങ്ങാൻ, ഡിന്ന് തൊട്ട് ഇയിലേക്ക് പോകുന്ന രീതിയിൽ. അപ്പോൾ കുറഞ്ഞു വരും. കൂൾ ചെയ്ത് വരുമ്പോൾ
ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ഡിന്ന് ഇയിലേക്ക് കുറഞ്ഞു വരും. അറ്റ് ദി പോയിന്റ് ഇ ദ സോളിഡ് ഫോം ആൻഡ് ദ ലിക്വിഡ് ഫോം എക്സിസ്റ്റ് അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ ഇനി ഈ എന്ന് പറഞ്ഞ പോയിന്റിലാണ് സോളിഡ് ഫോമും ലിക്വിഡ് ഫോമും ഇക്വിലിബ്രിയത്തിലിരിക്കുക. ഹെൻസ് ഇ റെപ്രസെൻറ്റ് ദ ഫ്രീസിങ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഡിനോട്ടഡ് ആസ് ടി എഫ്. അതുകൊണ്ട് ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന പോയിന്റ് അതായതുകൊണ്ട് ഈനെ നമ്മൾ എന്ത് പറയുന്നു, ആ സൊല്യൂഷൻ്റെ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നു. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് ടി എഫ് എന്ന് പറയുന്നത്. ദ ഡിപ്രഷൻ ആൻഡ് വേപ്പർ പ്രഷർ ഇസ് ഡെൽറ്റ ടി എഫ്. വേപ്പർ പ്രഷറിലുള്ള ഡിപ്രഷനെ നമ്മൾ ഡെൽറ്റ ടി എഫ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു ടി സീറോ എഫ് മൈനസ് ടി എഫ്. ഇവിടെ എന്തുകൊണ്ട് ടി സീറോ എഫ് മൈനസ് ടി എഫ് എന്ന് പറഞ്ഞാൽ, കാരണം ടി സീറോ എഫിനാണ് ഗ്രേറ്റർ വാല്യൂ. പിന്നെ നമ്മൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ആ വേപ്പർ പ്രഷർ കുറഞ്ഞു വരികയാണല്ലേ. പിന്നെ കൂളിയിക്കുമ്പോൾ കുറച്ചും കൂടി കുറയും. അപ്പോൾ ടി എഫ് ആയിരുന്നു ആ ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ. അപ്പോൾ അങ്ങനെ കൂടുതലുള്ള വാല്യൂ ടി സീറോ എഫ് ആയ കാരണമാണ് ടി സീറോ എഫ് മൈനസ് ടി എഫ് എന്ന് ഇവിടെ കൊടുത്തേനെ. എലിവേഷൻ ആൻഡ് ബോയിലിംഗ് പോയിന്റിൽ എങ്ങനെയായിരുന്നു, ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു ടി ബി മൈനസ് ടി സീറോ ബി എന്നായിരുന്നു. ഓക്കെ. ആസ് എ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇൻക്രീസസ് ദ ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് ഓൾസോ ഇൻക്രീസസ്. അതായത് വേപ്പർ പ്രഷറിലെ കുറവ് കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കണു, ഈ ഫ്രീസിംഗ് പോയിന്റിലെ ഡിപ്രഷൻ കൂടി വരുന്നു. ഓക്കെ. അപ്പോൾ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറാണ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റ്. ഓക്കെ. സോ സിൻസ് ഡെൽറ്റ ടി എഫ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡെൽറ്റ പി ആൻഡ് ഡെൽറ്റ പി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കൈ ബി, ഡെൽറ്റ ടി എഫ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കൈ ബി. അപ്പോൾ അങ്ങനെ എഴുതി കൂടെ, ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡെൽറ്റ പി ആണെന്ന് നമുക്ക് കിട്ടി. ഡെൽറ്റ പി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കൈ ബി ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. സോ നമുക്ക് ഇതിന് രണ്ടിനും കൂടി എഴുതി കൂടെ ഡെൽറ്റ ടി എഫ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കൈ ബി അല്ലേ. അപ്പോൾ ആ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് നമുക്കൊരു കോൺസ്റ്റൻറ്റിനെ കൊണ്ടുവരാം. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കൈ ബി. ഇനി ഈ കൈ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം, എൻ ബി ബൈ എൻ ബി പ്ലസ് എൻ എ അല്ലേ. സോ കെ ഇൻറ്റു എൻ ബി ബൈ എൻ ബി പ്ലസ് എൻ എ അങ്ങനെ എഴുതി. ഇനിയിപ്പോൾ നമ്മളുടെ ഡൈല്യൂട്ട് സൊല്യൂഷനാണ് എടുത്തത് അല്ലേ. അപ്പോൾ ആ ഡൈല്യൂട്ട് സൊല്യൂഷനിൽ സൊല്യൂട്ട് അധികം കോൺട്രിബ്യൂട്ട് ചെയ്യണില്ല. അപ്പോൾ നമുക്ക് സൊല്യൂട്ടിന് അവിടെ ആവശ്യമില്ല ഡിനോമിനേറ്ററിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു, അതിനെ നെഗ്ലക്റ്റ് ചെയ്യണു. സോ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എൻ ബി ബൈ എൻ എ എന്ന് വരും. ഇനി എൻ ബി പറഞ്ഞാൽ എന്താ, ഡബ്ല്യു ബി ബൈ എം ബി. എൻ എ എന്ന് പറഞ്ഞാലോ ഡബ്ല്യു എ ബൈ എം എ. അതിന് നമ്മൾ എം എനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് എടുത്തു, അത്രയേ ഉള്ളൂ. സോ കെ ഇൻറ്റു ഡബ്ല്യു ബി ബൈ എം ബി ഇൻറ്റു എം എ ബൈ ഡബ്ല്യു എ എന്ന് വരും. ഇനി ഡബ്ല്യു ബി ബൈ എം ബിനെ നമ്മളൊന്നും കൂടി എൻ ബി ആക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, കെ ഇൻറ്റു എൻ ബി ബൈ ഡബ്ല്യു എ ഇൻറ്റു എം എന്നാവും. എൻ ബി ബൈ ഡബ്ല്യു എ എന്ന് പറഞ്ഞാൽ എന്താ, മൊളാലിറ്റി അല്ലേ. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ ഡബ്ല്യു ഗ്രാം ഓഫ് സോൾവെൻറ്റ് എന്ന് പറയുന്നതാണ് മൊളാലിറ്റി. സോ കെ ഇൻറ്റു സ്മോൾ എം ഇൻറ്റു എം എന്ന് കിട്ടിയില്ലേ. ഇനി ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു, അതിൽ കെ ഇൻറ്റു എം എന് നമുക്ക് ഡിപ്രഷൻ ആൻഡ് ഫ്രീസിങ് പോയിൻറ്റിൻ്റെ കേസിൽ നമുക്ക് എന്ത് പറയാം, കെ എഫ് എന്ന് വിളിക്കാം. കെ എഫ് എന്ന് പറഞ്ഞാൽ വേറൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കാം. എം എ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്. കാരണം ഒരു പെർട്ടിക്കുലർ സോൾവെൻറ്റിന് എപ്പോഴും ആ ഒരു മോളിക്കുലർ മാസ് ആണ് ഉണ്ടാവുക. പിന്നെ കെ എന്ന് പറയുന്നത് ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്. സോ രണ്ട് കോൺസ്റ്റൻസ് കൂടിയിട്ട് നമ്മൾ വേറൊരു കോൺസ്റ്റൻ്റ് ആക്കി എഴുതുന്നു, കെ എഫ്. ഈ കേസിൽ കെ എഫ് കേട്ടോ. മുമ്പത്തെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞാൽ, കെ ബി എന്നാണ് പറഞ്ഞത്, മോളാർ എലിവേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ഈ കേസിൽ കെ എഫ് എന്നാണ് എഴുതുന്നത്. സോ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം. കെ എഫ് ഇസ് നോൺ ആസ് ദി മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് ഓർ മോളാർ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്. അപ്പോൾ കെ എഫിന് നമ്മൾ പറയുന്നത് മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ മോളാർ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് എന്നാണ്. ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഇവിടെ ഡിപ്രഷൻ ആൻഡ് ഫ്രീസിങ് പോയിന്റ് അല്ലേ നടക്കണേ. അപ്പോൾ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്. നേരത്തെ നമ്മൾ കണ്ടിരുന്നത് എലിവേഷൻ ആയിരുന്നു. സോ മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ് അത് കെ ബി. ഓക്കെ. ഇനി എം 1ന് ഈക്വൽ ആകുമ്പോൾ എന്തുണ്ടാവും, ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം എന്ന് പറയുകയാണെങ്കിൽ എം 1 ആകുമ്പോൾ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് അല്ലേ. സോ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ ഡിപ്രഷൻ ആൻഡ് ഫ്രീസിങ് പോയിന്റ് വെൻ ദ മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ ഇസ് 1. സൊല്യൂഷൻ്റെ മൊളാലിറ്റി 1 ആവുന്ന സമയത്ത് മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്രഷൻ ആൻഡ് ഫ്രീസിങ് പോയിന്റിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് വെൻ 1 മോൾ ഓഫ് സൊല്യൂട്ട് ഇസ് ഡിസോൾവ്ഡ് ഇൻ 1000 ഗ്രാം ഓഫ് സോൾവെൻറ്റ്. അത് 1 മൊളാലിറ്റീനെ ഡിഫൈൻ ചെയ്യണതാണ്. ഒരു മോൾ ഓഫ് സൊല്യൂട്ട് 1000 ഗ്രാം ഓഫ് സോൾവെൻറ്റ് ഡിസോൾവ്ഡ് ആവുന്ന കണ്ടീഷനിലാണ് നമ്മൾ പറയുന്നത് മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ 1 ആണെന്ന്. ഓക്കെ. ഇനി നമുക്ക് അതിൻ്റെ മോളിക്കുലർ മാസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാൻ നോക്കാം. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. എമ്മിനെ എങ്ങനെ എഴുതാം, ഡബ്ല്യു ബി ഇൻറ്റു 1000 ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ. ഈ എം ബിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു, ഡെൽറ്റ ടി ബിനെ റൈറ്റിലേക്ക് കൊണ്ടുവരുന്നു. സോ എം ബി ഇസ് ഈക്വൽ ടു 1000 ഇൻറ്റു കെ എഫ് ഇൻറ്റു ഡബ്ല്യു ബി ബൈ ഡെൽറ്റ ടി എഫ് ഇൻറ്റു ഡബ്ല്യു എ. അപ്പോൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഇതിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അടുത്തത് ഓസ്മോട്ടിക് പ്രഷർ. അതിൽ തന്നെ നമുക്ക് ആദ്യം എന്താ ഓസ്മോസിസ് എന്ന് നോക്കാം. Osmosis is a movement of solvent molecules into the solution when these two are separated by a semi-permeable membrane. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റ് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻ്റ് ആണ്.
സോൾവൻറ്റ് മോളിക്യൂൾസ് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യണതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുക. അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഈ സോൾവൻറ്റ് മോളിക്യൂൾസും സൊല്യൂഷനും വിൽ ബി സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതായത് ചിലതിനെ മാത്രം കടത്തി വിടുന്ന ഒരു മെംബ്രെയിൻ ഉണ്ടാവും. അതിനാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ ആ മെംബ്രെയിൻ വെച്ചിട്ടായിരിക്കും ഇവർ രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്യുക. ആര് രണ്ടുപേരെയും? സോൾവൻറ്റ് മോളിക്യൂൾസിനെയും സൊല്യൂഷനെ. അപ്പോൾ സോൾവൻറ്റ് മോളിക്യൂൾസ് നിന്ന് ആർക്കെങ്കിലും സൊല്യൂഷനിലേക്ക് കിടക്കണമെങ്കിൽ ചില ആൾക്കാരെ മാത്രമേ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ കടത്തി വിടുള്ളൂ. സോ ആ ഒരു മൂവ്മെൻറ്റ്, സോൾവൻറ്റ് മോളിക്യൂൾസ് സൊല്യൂഷനിലേക്ക് പോണ ആ ഒരു മൂവ്മെൻറ്റിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുക. വെൻ ദീസ് ടു ആർ സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമുക്കിതിനെ വേറെ രീതിയിലും പറയാം. ഓസ്മോസിസ് ഇസ് എ മൂവ്മെൻറ്റ് ഓഫ് സോൾവെൻറ്റ് ഫ്രം എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ വെൻ ദി ആർ സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റിൻ്റെ മൂവ്മെൻ്റ് ആണ്. എവിടം തൊട്ട് എവിടം വരെ? ലോവർ കോൺസെൻട്രേഷൻ പറഞ്ഞ റീജിയൻ തൊട്ട് ഹയർ കോൺസെൻട്രേഷനിലുള്ള റീജിയൻ വരെ. വെൻ ദി ആർ സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതേ പറയണം കേട്ടോ. സെമി പെർമിയബിൾ മെംബ്രെയിൻ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കണം. അതിൽ അവർ ലോവർ കോൺസെൻട്രേഷൻ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് സോൾവെൻറ്റിൻ്റെ മൂവ്മെൻറ്റിനെ പറയുന്നതാണ് ഓസ്മോസിസ്. ഇവിടെ ലോവർ കോൺസെൻട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സൊല്യൂട്ടിൻ്റെ ലോവർ കോൺസെൻട്രേഷൻ ആണ്. സാധാരണ നമ്മൾ ബയോളജിയിലൊക്കെ ഓസ്മോസിസ് പറയും അല്ലേ? അപ്പോൾ അതിൽ പറയുമ്പോൾ നമ്മൾ ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് സൊല്യൂട്ടിൻ്റെ മൂവ്മെൻറ്റ് വെൻ ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ് പറയുക. ആ ഒരു കേസിൽ നമ്മൾ ഏതാ കൺസിഡർ ചെയ്യണേ? സോൾവെൻ്റ് ആണ് കൺസിഡർ ചെയ്യണേ, വാട്ടർ അല്ലേ? പക്ഷേ ഈ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുക സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ എവിടെയാണോ കുറവ് അവിടം തൊട്ട് എവിടെയാണോ കൂടുതൽ അവിടം വരെ. അത്തരത്തിൽ സോൾവെൻറ്റ് മൂവ് ചെയ്യണതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ലോവർ കോൺസെൻട്രേഷന് ഹയർ കോൺസെൻട്രേഷനിലൊക്കെയാണ് സോൾവെൻറ്റ് മൂവ്മെൻറ്റ് പോകുമ്പോഴാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയാം. ഇനി അടുത്തത് തിസിൽ ഫണൽ എക്സ്പെരിമെൻറ്റ്. തിസിൽ ഫണൽ എക്സ്പെരിമെൻറ്റ് എന്താ നോക്കാം. ടേക്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ എ തിസിൽ ഫണൽ ഹൂസ് മൗത്ത് ഇസ് കവേർഡ് ബൈ semi-permeable membrane which allows the movement of only solvent particles through it and not solute. അപ്പോൾ തിസിൽ ഫണൽ എടുക്കാം. ആ തിസിൽ ഫണലിൽ നമ്മൾ CuSO4 സൊല്യൂഷൻ ആഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മൗത്ത് എന്ന് പറയുന്നത് സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിനെ കടത്തി വിടില്ല, സോൾവെൻറ്റ് പാർട്ടിക്കിൾസിനെ മാത്രമേ കടത്തി വിടുള്ളൂ. It can be either an egg membrane, pig's bladder, cell wall of living organism, cellulose acetate. അങ്ങനെ ഏത് വേണമെങ്കിലും ആവാം കേട്ടോ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സോ പ്ലേസ് ദ തിസിൽ ഫണൽ ഇൻ എ ബീക്കർ കണ്ടെയ്നിങ് വാട്ടർ. വെള്ളമുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഇത് പ്ലേസ് ചെയ്യുക. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനുള്ള ഈ തിസിൽ ഫണലിൽ പ്ലേസ് ചെയ്യുക. നോട്ട് ദ ലെവൽ ഓഫ് CuSO4 സൊല്യൂഷൻ ഇൻ ദ തിസിൽ ഫണൽ. ലെറ്റ് ഇറ്റ് ബി A. അപ്പോൾ നമ്മൾ അതിനെ നോട്ട് ചെയ്തു. ആദ്യത്തെ പോയിന്റിൽ A ആയിരുന്നു. ആഫ്റ്റർ സം ടൈം ലെവൽ ഓഫ് CuSO4 ഇൻ ദ തിസിൽ ഫണൽ ഇൻക്രീസസ് ടു B. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ ലെവൽ ഇൻക്രീസ് ആയി B വരെ എത്തി. ദാറ്റ് ഈസ് ദ സോൾവെൻറ്റ് മോളിക്യൂൾസ് മൂവ്ഡ് ഇൻ ടു CuSO4 ഫ്രം ദ ബീക്കർ. അപ്പോൾ ഈ ബീക്കറിൽ നിന്ന് നമ്മൾ പറഞ്ഞു ബീക്കറിൽ വെള്ളം ഉണ്ടല്ലേ, അപ്പോൾ ഈ ബീക്കറിൽ നിന്ന് കുറച്ച് വാട്ടർ ഈ തിസിൽ ഫണലിൻ്റെ ഉള്ളിലേക്ക് കയറി. അതാണ് സംഭവിച്ചത്. നമ്മൾ പറഞ്ഞു SPM വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. SPM എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റ് മോളിക്യൂൾസിനെ കടത്തി വിട്ടും സൊല്യൂട്ടിനെയാണ് കടത്തി വിടാത്തത് അല്ലേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്തുണ്ടായി? ലെവൽ ഇൻക്രീസ് ആയി. കാരണം എന്താ? ഇതിൽ ബീക്കറിലുള്ള വാട്ടർ CuSO4 തിസിൽ ഫണലിലേക്ക് കയറി. അതുകൊണ്ടാണ്. ആഫ്റ്റർ സം ടൈം ദ ലെവൽ ബിക്കം കോൺസ്റ്റൻറ്റ്. ദിസ് ഷോസ് എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് നോക്കിയാൽ ഈ ലെവൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അതിന് മാറാണ്ട് അങ്ങനെ തന്നെ നിൽക്കും. കാരണം എന്താ? ഈ സ്റ്റേറ്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുക. അറ്റ് ദിസ് സ്റ്റേജ് the electrostatic pressure developed inside the solution will be just enough to prevent the entry of solvent into the solution through semi-permeable membrane. This pressure is known as the osmotic pressure. അതായത് ഈ ഒരു സ്റ്റേജിൽ ഇക്വിലിബ്രിയം സ്റ്റേജിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ ഉണ്ടാവും ഈ സൊല്യൂഷൻ്റെ ഉള്ളിൽ കേട്ടോ. സൊല്യൂഷൻ്റെ ഉള്ളിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രഷർ മതി ഈ സോൾവെൻറ്റിനെ സൊല്യൂഷനിലേക്ക് കടത്തി വിടാണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അത്തരത്തിലുള്ളൊരു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ മതി. ഇത് SPM വഴിയാണ് നടക്കുക. SPM എന്ന് പറഞ്ഞാൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ ആ സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെ സോൾവെൻറ്റ് സൊല്യൂഷനിലേക്ക് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ സൊല്യൂഷനിൽ ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ അത് ഇതിനെ തടയും, ഈ എൻട്രീനെ തടയും. ഓക്കെ, സോ ദിസ് പ്രഷർ ഇസ് നോൺ ആസ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഈ പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയാം. ശരിക്കും ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ എടുത്തേണം. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചാൽ മതി. ഓസ്മോട്ടിക് പ്രഷർ ഇസ് ഡിഫൈൻഡ് ആസ് എ മിനിമം എക്സസ് പ്രഷർ ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ഓൺ ദ സൊല്യൂഷൻ സൈഡ് ടു പ്രിവെൻറ്റ് ദ ഫ്ലോ ഓഫ് സോൾവെൻറ്റ് ഇൻ ടു ദ സൊല്യൂഷൻ ത്രൂ SPM. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ മിനിമം ആയിട്ട് കൊടുക്കുന്ന എക്സസ് പ്രഷർ, മിനിമം അളവിൽ എക്സസ് ആയിട്ട് കൊടുക്കുന്ന പ്രഷർ
എവിടെ അപ്ലൈ ചെയ്യുകയാണ് നമ്മളത്? അത്തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മൾ എവിടെ അപ്ലൈ ചെയ്യണേ? സൊല്യൂഷൻ സൈഡിലാണ് അപ്ലൈ ചെയ്യണത്. സൊല്യൂഷനിലേക്കാണല്ലോ ആ സോൾവെൻറ്റ് വരിക. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൊല്യൂഷൻ സൈഡിൽ അത്തരത്തിലുള്ളൊരു പ്രഷർ കൊടുക്കുകയാണ്. അപ്പോൾ എന്തുണ്ടാവും? ഈ സോൾവെൻറ്റ് വരുമ്പോൾ അതിനെ തടയും അല്ലേ? SPM വഴി അതിനെ തടയും. അതാണ് നമുക്ക് വേണ്ടതും. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിമം ആയി കൊടുക്കുന്ന എക്സസ് പ്രഷർ. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതുകൊണ്ടാണ് റെഡിങ് കൊണ്ട് അവിടെ മാർക്ക് ചെയ്തേണേ. മിനിമം ആയി കൊടുക്കുന്ന എക്സസ് പ്രഷർ എവിടെ അപ്ലൈ ചെയ്യണം? നമ്മൾ സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ സൊല്യൂഷനിലേക്കുള്ള സോൾവെൻറ്റിൻ്റെ ഫ്ലോ അവിടെ തടയും SPM വഴി. ഈ പ്രഷർ നമ്മൾ സൊല്യൂഷനിൽ അപ്ലൈ ചെയ്തു അല്ലേ? അപ്പോൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? സൊല്യൂഷൻ പറയും ഇനി ആരും കിടക്കണ്ട പറയും. സോൾവെൻറ്റിനോടൊന്നും ഉള്ളിലേക്ക് കിടക്കാൻ സമ്മതിക്കില്ല SPM വഴി. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ആ ഒരു പ്രഷറിനെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുക. ഇനി if a pressure greater than osmotic pressure is applied on the solution side, നമ്മൾ സൊല്യൂഷൻ സൈഡിൽ ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടും ഗ്രേറ്റർ ആയിട്ടുള്ള പ്രഷർ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എവിടെ അപ്ലൈ ചെയ്തതെന്ന്? സൊല്യൂഷൻ സൈഡിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ അല്ലാണ്ട് അതിനെക്കുറം കുറച്ചും കൂടി ഗ്രേറ്റർ ആയിട്ടുള്ള പ്രഷർ അപ്ലൈ ചെയ്ത് എന്തുണ്ടാവും എന്നറിയും? സോൾവെൻറ്റ് വിൽ മൂവ് ഫ്രം സൊല്യൂഷൻ ഇൻ ടു ദ സോൾവെൻറ്റ്. സോൾവെൻറ്റ് വിൽ മൂവ് ഫ്രം സൊല്യൂഷൻ ഇൻ ടു ദ സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷനിലുള്ള സോൾവെൻ്റ് ഇല്ലേ, ആ സോൾവെൻറ്റ് നമ്മുടെ ബീക്കറിലേക്ക് വരും. ടെസിൽ ഫണൽ എക്സ്പെരിമെൻറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബീക്കറിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സൊല്യൂഷനിൽ നിന്ന് സോൾവെൻറ്റിലേക്ക് മൂവ് ചെയ്യണതായിരിക്കും നടക്കുക അവിടെ. ഓക്കെ, അതായത് ടെസിൽ ഫണലിൽ നിന്ന് ബീക്കറിലേക്ക് വരും. ദിസ് ഇസ് നോൺ ആസ് റിവേഴ്സ് ഓസ്മോസിസ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുക. അതായത് ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള മൂവ്മെൻറ്റ് ഓഫ് സോൾവെൻറ്റ്. അത് എന്തുകൊണ്ടാണ് വന്നത്? നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടും ഗ്രേറ്റർ ആയിട്ടുള്ള പ്രഷർ സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് ആണ് നടക്കുക. ദിസ് ഇസ് യൂസ്ഡ് ഇൻ ദ ഡീസലൈനേഷൻ ഓഫ് സോൾട്ട് വാട്ടർ. സോൾട്ട് വാട്ടർ ഡിസലൈൻ ചെയ്യുക, അതായത് അതിൽ ഉപ്പിൻ്റെ അംശം കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. സോ മാർച്ച് 2019 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു പോയിന്റ്. റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് ചോദിക്കാം, അത് എവിടെയാണ് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാമെന്നും ചോദിക്കാം. ഓക്കെ, if a pressure greater than osmotic pressure is applied on the solution side, water will move from salt water chamber to fresh water chamber through SPM. അപ്പോൾ ഇത് വേറൊരു കണ്ടീഷനാണ്. അതായത് നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടും കൂടുതലായിട്ടുള്ള ഒരു പ്രഷർ സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഒരു കേസിൽ ഫ്രഷ് വാട്ടർ ഇവിടെ, സോൾട്ട് വാട്ടർ ഇവിടെ കേട്ടോ, ഇത് SPM അതായത് സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ, വാട്ടർ ഈ സോൾട്ട് വാട്ടറിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, SPM വഴി മൂവ് ചെയ്യും. SPM ഇസ് സെല്ലുലോസ് അസിറ്റേറ്റ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ SPM എടുക്കുന്നത് സെല്ലുലോസ് അസിറ്റേറ്റ് ആണ്. അപ്പോൾ ടെസിൽ ഫണലിലും ചോദിക്കാം, നിങ്ങൾ SPM ചോദിക്കുമ്പോൾ സെല്ലുലോസ് അസിറ്റേറ്റ് എഴുതിയാൽ മതി കേട്ടോ. ഇനി അടുത്തത് എക്സ്പ്രഷൻ ഫോർ ഓസ്മോട്ടിക് പ്രഷർ. ഇനി ഓസ്മോട്ടിക് പ്രഷറിനുള്ള എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. നമുക്കത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പ്രൂവ് ചെയ്യണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. സോ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് എ സൊല്യൂട്ട് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ അറ്റ് എ ഡെഫിനിറ്റ് ടെമ്പറേച്ചർ. ഒരു സൊല്യൂട്ടിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ സൊല്യൂട്ടിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് പൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഇത് ബ്രാക്കറ്റിൽ ചെയ്താൽ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം അല്ലേ. സോ n/v എന്ന് എഴുതി കൂടെ. അപ്പോൾ പൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n/v. ദാറ്റ് ഈസ് മൊളാരിറ്റി. മൊളാരിറ്റി എന്ന് പറയുന്നതാണല്ലോ n/v എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് n is the number of moles of solute and v is the volume of solution in liter. ഓക്കെ, ലിറ്ററിലുള്ള സൊല്യൂഷൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ v എന്ന് ഡിനോട്ട് ചെയ്തതാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ് n എന്ന് പറയുന്നത്. ദിസ് ഇക്വേഷൻ ഇസ് നോൺ ആസ് ബോയിൽ-വാൻറ്റ്ഹോഫ് ഇക്വേഷൻ. അപ്പോൾ ബോയിൽ-വാൻറ്റ്ഹോഫ് ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ഈ പൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n/v എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മളിവിടെ കണ്ടു അല്ലേ, പൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n/v. ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഇത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടി അല്ലേ ഈ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് അല്ലേ? കാരണം ഓസ്മോട്ടിക് പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യണ ഏതൊരു പ്രോപ്പർട്ടിയും കൊളിഗേറ്റീവ് ആണ്. സോ ഇതും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പ്രൂവ് ആയി. ഇനി നമുക്ക് അതിനൊരു ഇക്വേഷൻ കൊണ്ടുവരണം, വാൻറ്റ്ഹോഫ് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിനി ഒരു എക്സ്പ്രഷനും കൂടി എടുക്കാം. അതായത് ഓസ്മോട്ടിക് പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഫോർ എ ഡെഫിനറ്റ് കോൺസെൻട്രേഷൻ. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ്റെ ഓപ്പോസിറ്റ്. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഓസ്മോട്ടിക് പ്രഷർ ഓഫ് എ സൊല്യൂട്ട് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ അറ്റ് എ ഡെഫിനിറ്റ് ടെമ്പറേച്ചർ.
ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ആ സൊല്യൂട്ടിൻ്റെ ഓസ്മോട്ടിക് പ്രഷറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇവിടെ നമ്മൾ എന്ത് പറയണു, കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ആ ടെമ്പറേച്ചറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷർ. സോ പൈ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടി അറ്റ് കോൺസ്റ്റൻസി എന്ന് എഴുതി കൂടെ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഗേ-ലുസാക്സ് വാൻറ്റ്ഹോഫ് ഇക്വേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന ഇക്വേഷൻ പൈ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു n/v എന്ന് പറയുന്നത് ബോയിൽസ് വാൻറ്റ്ഹോഫ് ഇക്വേഷൻ ആയിരുന്നു. ഇവിടെ പൈ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടി അറ്റ് കോൺസ്റ്റൻസി എന്ന് പറയുന്നത് ഗേ-ലുസാക്കിൻ്റെ വാൻറ്റ്ഹോഫ് ഇക്വേഷൻ ആണ്. അപ്പം നമുക്കിനി ഇതെങ്ങനെ മാറ്റി എഴുതാം? നമ്മൾ നേരത്തെ കണ്ടു പൈ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു n/v. അപ്പോൾ ഒരുമിച്ച് എഴുതി കൂടെ പൈ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ n/vനെയും പൈ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടിനെയും ഇക്വേറ്റ് ചെയ്തൂടെ. സോ പൈ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു nt/v എന്ന് എഴുതി കൂടെ. ഈ താഴെ കിടക്കുന്ന വീനെ നമുക്ക് ലെഫ്റ്റേക്ക് കൊണ്ടുപോകാം. സോ പൈ വി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു nt ആവും. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ടുവരാണ്. സോ പൈ വി ഈസ് ഈക്വൽ ടു nRT. ആർ എന്ന് പറയുന്നത് അറിയാലോ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. സോ ഈ പൈ വി ഈക്വൽ ടു nRT എന്ന് പറയുന്നതാണ് വാൻറ്റ്ഹോഫ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ പൈ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷറാണ്, വി എന്ന് പറയുന്നത് ലിറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ സൊല്യൂഷൻ്റെ വോള്യൂമാണ്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആൻഡ് r ഇസ് ഗ്യാസ് കോൺസ്റ്റൻറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 0.0821 ലിറ്റർ ATM Kelvin raised to -1. T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആൻഡ് കെൽവിൻ. So the equation is known as Vant'hoff equation of osmotic pressure for dilute solution. Dilute solution വേണ്ടിയിട്ടുള്ള ഓസ്മോട്ടിക് പ്രഷറിൻ്റെ Vant'hoff equation ആണ്. ഇനി ഡിറ്റർമിനേഷൻ ഓഫ് മോളിക്കുലർ മാസ് ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓസ്മോട്ടിക് പ്രഷറിൻ്റെ കേസിൽ കേട്ടോ പൈ വി ഈസ് ഈക്വൽ ടു NB × RT. NB എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് എഴുതാമല്ലോ. ഇനി NB എന്ന് എങ്ങനെ എഴുതാം? WB/MB എന്ന് എഴുതി കൂടെ. സോ പൈ വി ഈസ് ഈക്വൽ ടു WB/MB × RT. MB നമ്മൾ ലെഫ്റ്റേക്ക് കൊണ്ടുപോയി. സോ ബാക്കി പൈ വി റൈറ്റേക്ക് വരും. MB ഈസ് ഈക്വൽ ടു WB × RT/πv. മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഇഫ് യു നോ ദി മെയിൻ ഇക്വേഷൻ. മെയിൻ ഇക്വേഷൻ ഇവിടെ ഏതാ? ബൈ വി ഈസ് ഈക്വൽ ടു nRT. കാര്യം മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. ഓക്കെ, നോട്ട്. Osmotic pressure method is used for the determination of molecular mass of proteins and polymers. പ്രോട്ടീൻസ്, പോളിമേഴ്സ് അങ്ങനെ മോളിക്കുലർ മാസ് ഹൈ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് അഡ്വാൻറ്റേജ് ഓവർ അതർ മെത്തേഡ്സ് ആസ് ദി ഓസ്മോട്ടിക് പ്രഷർ മെഷർമെൻറ്റ് ഇസ് അറൌണ്ട് ദ റൂം ടെമ്പറേച്ചർ ആൻഡ് മൊളാരിറ്റി ഇസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി. അപ്പോൾ ഇതിനൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താ വെച്ചാൽ ഓസ്മോട്ടിക് പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുക അതിൻ്റെ റൂം ടെമ്പറേച്ചറിലാണ് ഒന്നാമത് അത് കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ മൊളാരിറ്റിയാണ് യൂസ് ചെയ്യുക. As compared to other colligative properties, its magnitude is large even for dilute solution. അപ്പോൾ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്ത് ബാക്കിയുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കമ്പയർ ചെയ്തിട്ട് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡൈല്യൂട്ട് സൊല്യൂഷന് പോലും കൂടുതൽ വാല്യൂ കിട്ടുന്ന തരത്തിലാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരിക. സോ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡിൻ്റെ ഒരു അഡ്വാൻറ്റേജും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഇനി അടുത്തത് ഐസോട്ടോണിക് സൊല്യൂഷൻസ്. Two solutions having the same osmotic pressure at same temperature are known as isotonic solution. Iso എന്ന് പറഞ്ഞാൽ തന്നെ സെയിം എന്നാണ്, സിമിലർ എന്നൊക്കെയാണ് മീനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിം ടെമ്പറേച്ചർ ആയിരിക്കും സെയിം ഓസ്മോട്ടിക് പ്രഷർ ആയിരിക്കുന്ന രണ്ട് സൊല്യൂഷൻസിനെ പറയുന്നതാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ രണ്ട് സൊല്യൂഷന് സെയിം ഓസ്മോട്ടിക് പ്രഷർ അത് സെയിം ടെമ്പറേച്ചർ ആണെങ്കിൽ അത് ഐസോട്ടോണിക് സൊല്യൂഷൻ ആയിരിക്കും. If two solutions are having same osmotic pressure at same temperature, their concentrations are same. അപ്പോൾ സെയിം ടെമ്പറേച്ചർ ആണ്, സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ അവരുടെ കോൺസെൻട്രേഷനും സെയിം ആയിരിക്കില്ലേ? കാരണം പൈ വി ഈസ് ഈക്വൽ ടു nRT എന്നാണ് നമ്മുടെ വാൻറ്റ്ഹോഫ് ഇക്വേഷൻ. അപ്പോൾ വീനെ നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പൈ ഈക്വൽ ടു CRT എന്ന് എഴുതി കൂടെ. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേഷൻ അല്ലേ? അപ്പോൾ അതും സെയിം ആവില്ലേ? നമ്മുടെ ടെമ്പറേച്ചറും പൈയും സെയിം ആണെങ്കിൽ ആർ ഓൾറെഡി ഒരു കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ സിയും സെയിം ആവില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, that is if two solutions having same concentration at same temperature their osmotic pressure will be same. അതായത് രണ്ട് സൊല്യൂഷന് സെയിം ടെമ്പറേച്ചറും സെയിം കോൺസെൻട്രേഷനും ആണെങ്കിൽ അവരുടെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. A solution having high osmotic pressure compared to other solution is said to be hypertonic with respect to other solutions. അതായത് ബാക്കിയുള്ള സൊല്യൂഷൻസിനെ കമ്പയർ ചെയ്തിട്ട് ഒരു സൊല്യൂഷന് ഹൈ ഓസ്മോട്ടിക് പ്രഷറാണ് ഉള്ളത് എങ്കിൽ അതിനെ ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കും. ഇനിയിപ്പോൾ ആ സൊല്യൂഷന് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്ത് ലോ ഓസ്മോട്ടിക് പ്രഷർ ഉള്ളെങ്കിൽ അതിനെ ഹൈപ്പോടോണിക് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കൂടുതലുള്ളതിനെ ഹൈപ്പർടോണിക് എന്നും കുറവുള്ളതിനെ ഹൈപ്പോടോണിക് എന്നും വിളിക്കും. ഇനി ഹ്യൂമൻ ബ്ലഡ് സെൽസ് ആർ ഐസോട്ടോണിക് വിത്ത് സെലൈൻ വാട്ടർ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ ബ്ലഡ് സെൽസ് ഉണ്ടല്ലോ, ഹ്യൂമൻ ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് സെലൈൻ വാട്ടറായിട്ട് ഐസോട്ടോണിക് ആണ്.
That is, in this solution, the blood cells will not shrink or swell. അതായത് ഈ ഒരു സൊല്യൂഷനിൽ നമ്മുടെ ബ്ലഡ് ഷ്രിങ്ക് ചെയ്യാനോ സ്വെല് ചെയ്യാനോ നിൽക്കില്ല. If we place blood cells in a solution containing more than 0.9% concentration of NaCl, water flows from blood cells to solution. അതായത് നമ്മുടെ ബോഡിയിലുള്ള NaCl സൊല്യൂഷൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 0.9 ആണ്. അപ്പോൾ നമ്മൾ ഒരു സൊല്യൂഷൻ എടുക്കുക, അതിന് 0.9%-നെക്കാട്ടും കൂടുതൽ കോൺസെൻട്രേഷൻ ഓഫ് NaCl ആണ് ഉള്ളതെങ്കിൽ, അതായത് സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ 0.9%-നെക്കാട്ടും കൂടുതലാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ളൊരു സൊല്യൂഷനിലേക്ക് നമ്മൾ ബ്ലഡ് സെല്ല് ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ബ്ലഡ് സെല്ലിലുള്ള വാട്ടർ ഇല്ലേ അത് സൊല്യൂഷനിലേക്ക് പോവും. അപ്പോൾ അങ്ങനെ ഷ്രിങ്ക് ചെയ്യും. അതിനെയാണ് പറയുക പ്ലാസ്മോളിസിസ് എന്ന്. എന്തുകൊണ്ടാണ് അത് ഷ്രിങ്ക് ചെയ്യാൻ കാരണം? നമ്മൾ പറഞ്ഞില്ലേ ഓസ്മോസിസിൽ കോൺസെൻട്രേഷൻ കുറവുള്ളത്, ഏതിൻ്റെ കോൺസെൻട്രേഷൻ? സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കുറവുള്ളിടത്തുനിന്ന് കൂടുതലുള്ളിടത്തേക്കാണ് വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് പോണതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഏതിനാണ് കോൺസെൻട്രേഷൻ കൂടുതൽ? സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ ഏതിലാണ് കൂടുതൽ? നമ്മുടെ അടുത്താണ് ബീക്കർ അല്ലെങ്കിൽ ആ സൊല്യൂഷനിൽ അല്ലേ. നമ്മുടെ ബ്ലഡ് സെല്ലിലോ കമ്പാരിറ്റീവ്ലി കുറവല്ലേ. അപ്പം നമ്മുടെ ബ്ലഡ് സെല്ലിൽ നിന്നല്ലേ വെള്ളം സൊല്യൂഷനിലേക്ക് പോവുക അല്ലേ. കാരണം കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് കുറവ് നമ്മുടെ ബ്ലഡ് സെല്ലിലും കൂടുതൽ ആ സൊല്യൂഷനിലുമാണ്. അപ്പോൾ നമ്മുടെ ബ്ലഡ് സെല്ലിൽ നിന്ന് വാട്ടർ സൊല്യൂഷനിലേക്കാണ് പോവുക. അപ്പോൾ നമ്മുടെ ബ്ലഡ് സെല്ലിൽ എന്താവും? വാട്ടർ പോണ കാരണം ഷ്രിങ്ക് ചെയ്യും അല്ലേ, ചുരുങ്ങും. അപ്പോൾ അതിനെയാണ് പ്ലാസ്മോളിസിസ് എന്ന് പറയുക. ബട്ട് ഇഫ് ദീസ് സെൽസ് ആർ പ്ലേസ്ഡ് ഇൻ എ സൊല്യൂഷൻ ഹാവിംഗ് കോൺസെൻട്രേഷൻ ലെസ് ദാൻ 0.9% ഓഫ് NaCl, water flows from the solution into the cell and it will swell and ruptures. This rupturing of cell are known as hemolysis. Hence, medicines are mixed with saline water before injected into vein. അതായത് നമ്മുടെ ഈ സെല്ലിനെ ഇപ്പോൾ ഒരു കോൺസെൻട്രേഷൻ 0.9%-നെക്കാട്ടി കുറവുള്ള സൊല്യൂഷനിലാണ് വെച്ചതെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ എവിടെ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് കുറവുണ്ടാവുക? ആ സൊല്യൂഷനിൽ അല്ലേ. 0.9%-നെക്കാട്ടും നമ്മുടെ ബ്ലഡ് സെല്ലിനുള്ളതിനെക്കാട്ടും കുറവാണുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും? ലോവർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ടിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്കാണ് വാട്ടർ ഫ്ലോ ചെയ്യുക അല്ലേ, ഓസ്മോസിസ് പ്രകാരം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കും? നമ്മുടെ ബോഡിയിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് എ സൊല്യൂഷൻ അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിയിൽ നിന്ന് ആ സൊല്യൂഷനിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് വാട്ടർ കയറും അല്ലേ, വാട്ടർ ഫ്ലോ ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും? സ്വെല്ല് ചെയ്യും നമ്മുടെ ബ്ലഡ് സെൽ അല്ലേ. കൂടുതൽ വാട്ടർ കയറുമ്പോൾ സ്വെല്ല് ചെയ്ത് അത് പൊട്ടും. അപ്പോൾ അതിനെയാണ് പറയുക ഹീമോലിസിസ് എന്ന്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മെഡിസിൻസൊക്കെ നമ്മുടെ ബ്ലഡിലേക്ക് വെയിനിലേക്ക് കയറ്റേണ്ട മെഡിസിൻസൊക്കെ ചെയ്യുമ്പോൾ അത് സെലൈൻ വാട്ടറായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവും? അവരുടെ സൊല്യൂഷൻ ഐസോട്ടോണിക് സൊല്യൂഷൻ ആവും. അതായത് സെയിം ടെമ്പറേച്ചർ, സെയിം പ്രഷർ, സെയിം കോൺസെൻട്രേഷൻ ആവും. അപ്പോൾ ഒരു തരത്തിലുള്ള ഷ്രിങ്കിങ്ങോ സ്വെല്ലിങ്ങോ ഒന്നും നടക്കില്ല. അപ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് മെഡിസിൻസ് ആർ മിക്സ്ഡ് വിത്ത് സെലൈൻ വാട്ടർ ബിഫോർ ദേ ആർ ഇൻജെക്റ്റഡ് ഇൻ ടു വെയിൻ. വൈ ആർ ദിസ് ഡൺ എന്ന് ചോദിച്ചാലുള്ള എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എബ്നോർമൽ മോളിക്കുലാർ മാസ്. അതെന്താ നോക്കാം. Molecular mass determined on the basis of its mole fraction is same as that determined on the basis of colligative property only if the solution is dilute, the solute is non-electrolyte, there is no association or dissociation of solute particles. നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ട് ഒരു മോളിക്കുലർ മാസ് കണ്ടു, പിന്നെ മോൾ ഫ്രാക്ഷനെ ബേസ് ചെയ്തിട്ട് മോളിക്കുലർ മാസ് കണ്ടു. അത് രണ്ട് സെയിം ആവണമെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡൈല്യൂട്ട് സൊല്യൂഷൻ ആയിരിക്കണം. കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആയിരിക്കണം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് നോൺ ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് തമ്മിൽ അസോസിയേഷനോ ഡിസോസിയേഷനോ ഒന്നും പാടില്ല. ഓക്കെ. അപ്പോൾ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് മോൾ ഫ്രാക്ഷനിലൂടെ കിട്ടുന്ന മോളിക്കുലർ മാസും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ട് കിട്ടുന്ന മോളിക്കുലർ മാസും സെയിം ആവുള്ളൂ. ഓക്കെ. നോൺ ഇലക്ട്രോലൈറ്റിന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞുതരാം. യൂറിയ, ഗ്ലൂക്കോസ്, ഷുഗർ, ഇതൊക്കെ നോൺ ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഇനി ഡിസോസിയേഷൻ ആൻഡ് അസോസിയേഷൻ ടേക്സ് പ്ലേസ് വെൻ എ സൊല്യൂട്ട് ഇസ് ഡിസോൾവ്ഡ് ഇൻ എ സോൾവെൻറ്റ്. ഡിസോസിയേഷനോ അസോസിയേഷനോ നടക്കുക എപ്പോഴാണെന്നറിയോ? ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് ഈ രണ്ടും നടക്കുക. ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ള അസോസിയേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. certain solutes when dissolved in certain solvents undergo either association or dissociation. അതായത് സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ആകുമ്പോഴാണ് നമ്മൾ പറഞ്ഞ അസോസിയേഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ നടക്കുകയെന്ന് പറഞ്ഞു. when acetic acid or benzene acid in C6H6 it undergo dimerization through intramolecular hydrogen bonding. അതായത് അസറ്റിക് ആസിഡോ അല്ലെങ്കിൽ ബെൻസോയിക് ആസിഡോ ഒക്കെ ബെൻസീനിൽ വന്ന് ഡിസോൾവ് ചെയ്താൽ അത് ഡൈമറൈസേഷൻ നടക്കും. അവിടെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വഴി ഡൈമറൈസേഷൻ നടക്കും. അതായത് ഡൈമർ ഫോം ചെയ്യും. ഇവിടെ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ? C6
H5C ഡബിൾ ബോണ്ട് OH, അതായത് ബെൻസോയിക് ആസിഡ്. ഇവിടെ ബെൻസോയിക് ആസിഡ് എടുത്തേണു, അല്ലെങ്കിൽ നമുക്ക് അസിറ്റിക് ആസിഡ് എടുക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്ന സ്ട്രക്ചർ ബെൻസോയിക് ആയ കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബെൻസോയിക് ആസിഡ് ബെൻസീനിൽ നിന്ന് ഡിസോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തുണ്ടാവണു? ഡൈമറൈസേഷനാണ് നടക്കുക, അതായത് അവിടെ അസോസിയേഷനാണ് നടക്കുക. ഡ്യൂ ടു ദിസ് അസോസിയേഷൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സൊല്യൂഷൻ ഡിക്രീസസ്. അപ്പോൾ ഈ അസോസിയേഷൻ കാരണം എന്തുണ്ടാവും? ആ സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയില്ലേ? ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഒരു 2 പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. അവർ അസോസിയേറ്റ് ചെയ്യാണ്, ഒന്നിച്ച് അവർ ഒരാളായിട്ട് മാറുകയാണ്. അപ്പോൾ 2 എണ്ണം ഒരെണ്ണമായി മാറി. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയല്ലേ അവിടെ ചെയ്യണ സൊല്യൂഷനിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു സെൻറ്റൻസ് പറഞ്ഞത്. ഡ്യൂ ടു ദിസ് അസോസിയേഷൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സൊല്യൂഷൻ ഡിക്രീസസ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. നമ്മൾ പറഞ്ഞു അല്ലേ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഹെൻസ് ആസ് എ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിക്രീസസ് ഇൻ ദിസ് കേസ്, colligative properties are inversely proportional to molecular mass. In association, as colligative property decreases, molecular mass increases. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറവാണ് അസോസിയേഷനിൽ. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ്. അപ്പോൾ അതെന്തുണ്ടാവും? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കുറയും. ഇനി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മോളിക്കുലർ മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിയ മോളിക്കുലർ മാസ് കുറയും. അപ്പോൾ ഇവിടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് എന്ത് സംഭവിക്കണം? അസോസിയേഷനിൽ കുറയാണ്. അപ്പോൾ മോളിക്കുലർ മാസ് കൂടില്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. In benzoic acid or acetic acid in C6H6, as the number of particles are reduced to half, molecular mass will be twice or double the normal molecular mass. അതായത് ബെൻസോയിക് ആസിഡിലോ അസറ്റിക് ആസിഡിലോ നമ്മൾ ബെൻസീനിലേക്ക് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ആ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഹാഫായി റെഡ്യൂസ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ മോളിക്കുലർ മാസിന് എന്താ സംഭവിക്കുക? ഡബിൾ ആവില്ല ചെയ്യുക. ഒരു നോർമൽ മോളിക്കുലർ മാസിനെക്കാട്ടും ഡബിൾ ആവും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് എന്ത് പറയാം? അസോസിയേഷനിൽ എന്ത് സംഭവിക്കും? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയും. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കുറയും. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറഞ്ഞാൽ മോളിക്കുലർ മാസ് കൂടും. ഇതാണ് ഇതിൽ അസോസിയേഷനിൽ മനസ്സിലാക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി അടുത്തത് ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ ഡിസോസിയേഷനിൽ എന്താ സംഭവിക്കാൻ നോക്കാം. വെൻ NaCl or KCl is dissolved in water, ഈച്ച് മോളിക്യൂൾ ഡിസോസിയേറ്റ് ടു ഗിവ് 2 പാർട്ടിക്കിൾസ്. അപ്പോൾ NaCl അല്ലെങ്കിൽ KCl നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവർ ഡിസോസിയേറ്റ് ചെയ്യും അല്ലേ, Na+ഉം Cl- ആയിട്ട്. അല്ലെങ്കിൽ KCl എടുക്കണമെങ്കിൽ K+ഉം Cl- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 2 പാർട്ടിക്കിൾസ് കിട്ടി. അപ്പോൾ ഒരു പാർട്ടിക്കിളിൽ നിന്ന് 2 ആയി. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ആയല്ലേ. സിൻസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇൻക്രീസസ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടിയ കാരണം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കൂടും. ആസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇൻക്രീസസ്, മോളിക്കുലർ മാസ് ഡിക്രീസസ്. അവിടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുന്ന കാരണം മോളിക്കുലർ മാസ് കുറയും. In case of NaCl in H2O, since the number of particles is doubled, molecular mass will be half of the normal value. അതായത് നമ്മൾ NaCl വാട്ടറിൽ ഡിസോൾവ് ചെയ്തപ്പോൾ 2 പാർട്ടിക്കിൾസ് കിട്ടി അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡബിൾ ആവുകയാണ് ചെയ്തത്. അപ്പോൾ മോളിക്കുലർ മാസ് എന്ത് സംഭവിക്കും? നോർമൽ വാല്യൂക്കാട്ടും പകുതിയാവും. അപ്പോൾ ഡിസോസിയേഷനിൽ എന്താണ് നമുക്ക് ചുരുക്കമായിട്ട് മനസ്സിലാക്കേണ്ടത്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുകയാണ് ചെയ്യണേ. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും, മോളാർ മാസ് കുറയും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ ഒരു ടേബിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ സൊല്യൂട്ട് തന്നിട്ടുണ്ട്, സോൾവെൻറ്റ് തന്നിട്ടുണ്ട്, തിയറിറ്റിക്കൽ മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്. എക്സ്പെരിമെൻറ്റിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഇത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതാണ്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ സൊല്യൂട്ടുകൾ തന്നെയാണ് NaCl, ബെൻസോയിക് ആസിഡ്, യൂറിയ, അസറ്റിക് ആസിഡ്, CaCl2, ഗ്ലൂക്കോസ്, Al2SO4 ത്രൈസ്. സോൾവെൻറ്റുകൾ തന്നെയാണ് വാട്ടറും ബെൻസീനാണ്. ഇനി ഓരോന്നിനും തിയറിറ്റിക്കൽ മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. NaCl ഡിസോൾവ്ഡ് ഇൻ H2O. സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു അസോസിയേഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷനാണ് നടക്കുക. അപ്പോൾ NaCl നമ്മൾ H2Oയിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡിസോസിയേഷൻ നടക്കും അല്ലേ. അപ്പോൾ Na+ഉം Cl- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യില്ലേ. അപ്പോൾ തിയറിറ്റിക്കലി നമുക്ക് കിട്ടിയ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ എക്സ്പെരിമെൻ്റലി കിട്ടുന്ന മോളിക്കുലർ മാസ് എന്തായിരിക്കും? A/2 ആവില്ലേ. കാരണം എന്താ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടി. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും. അങ്ങനെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിയ മോളിക്കുലർ മാസ് അതിനനുസരിച്ച് കുറയില്ലേ. അപ്പോൾ ഇവിടെ ഡബിൾ ആവുകയാണ് ചെയ്തത് അല്ലേ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡബിളായി. അപ്പോൾ മോളിക്കുലർ മാസിന് എന്ത് സംഭവിക്കും? അത് ഹാഫ് ആവില്ലേ. സോ A/2 ആയി. ഇനി ബെൻസോയിക് ആസിഡ് ബെൻസീനിൽ ഡിസോൾവ് ചെയ്താൽ സംഭവിക്കുക നമ്മൾ പറഞ്ഞു അല്ലേ. അസോസിയേഷനാണ് നടക്കുക, ഡൈമറൈസേഷനൊക്കെയാണ് നടക്കണേ. C6H5COOH ആണ് ബെൻസോയിക് ആസിഡ്. ഡിസോസിയേറ്റ് ചെയ്യല്ല, അസോസിയേഷനാണ് നടക്കണേ ബെൻസീനിൽ ഡിസോൾവ് ചെയ്തുകൊണ്ട്. അപ്പോൾ നമുക്ക് തിയറിറ്റിക്കലി മോളിക്കുലർ മാസ് കിട്ടുന്നത് B ആണ്. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇവിടെ കുറയാണ് ചെയ്തത് അല്ലേ.
അപ്പോൾ എന്ത് സംഭവിക്കും? അതിനനുസരിച്ച് മോളിക്കുലർ മാസ് കൂടും അല്ലേ? അപ്പോൾ എത്ര കൊണ്ട് കുറഞ്ഞു? ഹാഫായിട്ട് കുറഞ്ഞു അല്ലേ? അപ്പോൾ ഡബിൾ ആവില്ല ചെയ്യുക. സോ 2b. ഇനി യൂറിയ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അറിയില്ലെങ്കിൽ നോട്ട് ചെയ്തോളൂ. ഇവിടെ ചേഞ്ചസ് ഒന്നും വരില്ല. ഓക്കെ, ഒരു തരത്തിലുള്ള ചേഞ്ചും വരില്ല. അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കില്ല. കാരണം എന്താ? യൂറിയ ഗ്ലൂക്കോസ് എന്നൊക്കെ പറഞ്ഞാൽ നോൺ ഇലക്ട്രോലൈറ്റ്സ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂറിയ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള അസോസിയേഷനും ഡിസോസിയേഷനും അവിടെ നടക്കില്ല. ഓക്കെ, അപ്പോൾ എത്രയാണോ മോളിക്കുലർ മാസ് നമുക്ക് തിയററ്റിക്കലി തന്നെയാണ് അത് തന്നെയായിരിക്കും എക്സ്പെരിമെൻ്റലി നമുക്ക് കിട്ടുക. ഇനി അസറ്റിക് ആസിഡ് നോക്കുകയാണ്. അത് ബെൻസീനിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നു. സോ അസറ്റിക് ആസിഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് CH3COH അല്ലേ? ബെൻസീനിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെ അസോസിയേഷനാണ് നടക്കുക. അപ്പോൾ എന്തുണ്ടാവും? നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഹാഫായിട്ട് കിട്ടും. അപ്പോൾ തിയററ്റിക്കലി കിട്ടിക്കേണ്ട മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് D ആണ്. നമ്മുടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഹാഫായ കാരണം ഡബിൾ ആവില്ലേ മോളിക്കുലർ മാസ്? സോ 2D എന്നാവും. ഇനി CaCl2 വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഡിസോസിയേറ്റ് ചെയ്യും Ca2+ഉം 2Cl- ആയിട്ടും. തിയററ്റിക്കലി കിട്ടിക്കുന്നത് E ആയിട്ടാണ്. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റലി എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ Ca2+ന് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 1ഉം 2Cl- നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 2ഉം. സോ 2 + 1 എന്ന് പറയുന്നത് 3 ആവില്ലേ? അപ്പം 3 ടൈംസ് ഇൻക്രീസ് ആയിട്ടുണ്ടല്ലേ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ മോളിക്കുലർ മാസിന് എന്ത് സംഭവിക്കും? അത്ര തന്നെ റെഡ്യൂസ്ഡ് ആവും അല്ലേ? അപ്പോൾ E/3. ഇനി ഗ്ലൂക്കോസ് വാട്ടറിൽ ഡിസോൾവ് ആകുമ്പോൾ എന്ത് സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. എന്താണോ തന്നെയാണ് അത് തന്നെയായിരിക്കും മോളിക്കുലർ മാസ്. സോ F തന്നെയായിരിക്കും. ഇവിടെ F തന്നെയാണ്. അപ്പോൾ F തന്നെയാണ് എക്സ്പെരിമെൻ്റലി കിട്ടണ മോളിക്കുലർ മാസും. ഇനി Al2SO4 thrice അതിൽ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 2Al3+ഉം 3SO4 2- അപ്പോൾ 5 പാർട്ടിക്കിൾസ് നമുക്ക് കിട്ടിയല്ലേ? അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 5 ആയിട്ട് ഇൻക്രീസ് ആയി. അപ്പോൾ എക്സ്പെരിമെൻ്റലി നമുക്ക് മോളിക്കുലർ മാസ് എന്ത് കിട്ടും? അത്രയും തന്നെ റെഡ്യൂസ്ഡ് ആവും. സോ G/5 എന്ന് കിട്ടും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ Vant'hoff Factor. To calculate the extent of association or dissociation of solute particles, Vant'hoff introduced a factor known as Vant'hoff Factor I. അപ്പോൾ എത്ര കൊണ്ട് അസോസിയേഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് Vant'hoff ഒരു ഫാക്ടർ കൊണ്ടു. ആ ഫാക്ടറിനെയാണ് Vant'hoff Factor എന്ന് വിളിക്കുക. സ്മോൾ I കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. I = ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്ത് നമുക്ക് കിട്ടിയ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എത്രയാണോ ഡിവൈഡഡ് ബൈ സാധാരണ ഉണ്ടായിരുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. വേറെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ I = നോർമൽ മോളിക്കുലർ മാസ് ബൈ ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ്. അതായത് നോർമലി എത്രയാണോ മോളിക്കുലർ മാസ് ബൈ നമുക്ക് ഒബ്സർവ് ചെയ്ത് കിട്ടിയത്. നമ്മൾ പറഞ്ഞു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്കുലർ മാസ്. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ അതിനെ എഴുതിയിടുന്നത് എങ്ങനെയായിരുന്നു? I = ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ? അപ്പോൾ ഇവിടെ മോളിക്കുലർ മാസ് എടുക്കുമ്പോൾ എന്തുണ്ടാവും? നോർമൽ മോളിക്കുലർ മാസ് ബൈ ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ് എന്നാവും. ഇനി I = 1 ആണെങ്കിൽ അസോസിയേഷനോ ഡിസോസിയേഷനോ ഉണ്ടാവില്ല. I greater than 1 ആണെങ്കിൽ ഡിസോസിയേഷൻ ആയിരിക്കും. I less than 1 ആണെങ്കിൽ അസോസിയേഷൻ ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. For solutes undergoing association or dissociation, the expression for various colligative properties are modified as given below. അതായത് അസോസിയേഷനും ഡിസോസിയേഷനും കൺട്രോൾ ചെയ്യുന്ന കുറേ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ? അപ്പോൾ അവർ മോഡിഫൈ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിരിക്കണം RLVP. Chi-B = P0A - P total by P0A. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? P0A - P total by P0A = I Chi-B. ഇനി പിന്നെ എലിവേഷൻ ആൻഡ് ബോയിലിംഗ് പോയിന്റ് ΔTB = KB × M. അതിൽ ΔTB = I × KB × M. ജസ്റ്റ് I ഒന്ന് ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തത് ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് ΔTF = KF × M. അവിടെ ΔTF = I KF × M എന്ന് എഴുതിയാൽ മതി. ഇനി ഓസ്മോട്ടിക് പ്രഷറിൽ Πv = nRT എന്നാണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? വിനെ റൈറ്റിക്ക് കൊണ്ടിട്ട് Π = CRT എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ വരിക Π = ICRT എന്ന് വരും. ഇനി അടുത്തത് കാൽക്കുലേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ. എത്ര ഡിഗ്രി ഓഫ് അസോസിയേഷനും അല്ലെങ്കിൽ ഡിസോസിയേഷൻ നടന്നു എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നോക്കാം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇസ് ഡിഫൈൻഡ് ആസ് എ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് വിച്ച് ഡിസോസിയേറ്റ് ടു ഗിവ് അയോൺസ്. അതായത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എത്രകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിസോസിയേറ്റ് ചെയ്തിട്ടാണോ അയോൺസ് കിട്ടുന്നത് ആ ഒരു ഫ്രാക്ഷനെയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയാം. അതിന് ആൽഫ എന്നാണ് ഡിനോട്ട് ചെയ്യുക, വിച്ച് ഇസ് റിലേറ്റഡ് ടു Vant'hoff Factor I. അപ്പോൾ ആൽഫയും ഐയും തമ്മിലുള്ള റിലേഷൻ എന്നാണ് നോക്കാം. ആൽഫ = I - 1 / M - 1. M എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഫോർ
മീഡിയം ഫോർ 1 mole ഓഫ് ഇലക്ട്രോലൈറ്റ് 1 mole ഓഫ് ഇലക്ട്രോലൈറ്റ് എടുക്കുന്ന മീഡിയത്തിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ് എം എന്ന് പറയുക. നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ് എം എന്ന് മനസ്സിലാക്കിയാൽ മതി. ഫോർ എ ബി ടൈപ്പ്, അതായത് NaCl ഒക്കെ പോലത്തെ ടൈപ്പ് ആണെങ്കിൽ അതിന് എം എന്ന് പറയുന്നത് 2 ആയിരിക്കും. കാരണം എന്താ, Na++Cl- അല്ലേ? സോ എം എന്ന് പറയുന്നത് 2 പാർട്ടിക്കിൾസ് അല്ലേ, അതാണ്. ഇനി ഫോർ AB2 ടൈപ്പ്, അതായത് CaCl2 MgCl2 അങ്ങനെയൊക്കെ പറയണത്, അങ്ങനത്തെ ടൈപ്പിനൊക്കെ 3 എം വരിക. കാരണം എന്താ, Ca2++2Cl- അല്ലേ? അപ്പോൾ 3 പാർട്ടിക്കിൾസ് ഉണ്ട്. സോ എം വരെ 3 ആണ്. അപ്പോൾ അതാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ കാര്യങ്ങൾ. ഇനി ഡിഗ്രി ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ fraction of total number of molecules which associate to form the associated molecule, and it is related to I by the equation alpha is equal to I-1/1/n-1. അപ്പോൾ ഡിഗ്രി ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അസോസിയേറ്റഡ് മോളിക്യൂൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ്, എത്ര ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഫ്രാക്ഷൻ, അതാണ് ഡിഗ്രി ഓഫ് അസോസിയേഷൻ. സോ ആൽഫ എന്ന് പറയുന്നത് I-1/1/n-1. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അസോസിയേറ്റ് ടു ഫോം എ സിംഗിൾ സ്പീഷീസ്. അസോസിയേഷനിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് അതാണ് n ഡിനോട്ട് ചെയ്യണത്. ഡിസോസിയേഷനിൽ നമ്മൾ അതിനെ m എന്നാണ് പറഞ്ഞത്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻ്റ് ആപ്ലിക്കേഷൻസ് നോക്കാം. ഇൻ മേക്കിംഗ് ആൻറ്റി ഫ്രീസ് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇൻ കോൾഡ് കൺട്രീസ് എത്തിലിൻ ഗ്ലൈക്കോൾ ഇസ് ആഡഡ് ഇൻ കാർ റേഡിയേറ്റർ അലോങ് വിത്ത് വാട്ടർ. അതായത് വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഒപ്പം റേഡിയേറ്ററിൽ നമ്മൾ എത്തിലിൻ ഗ്ലൈക്കോളും കൂടി ആഡ് ചെയ്യാറുണ്ട്. എവിടെ, കോൾഡ് കൺട്രീസിൽ കേട്ടോ, നല്ല തണുപ്പ് മഞ്ഞൊക്കെ വീഴുന്ന കൺട്രീസിലൊക്കെ കാർ റേഡിയേറ്ററിൽ വെള്ളത്തിൻ്റെ ഒപ്പം എത്തിലിൻ ഗ്ലൈക്കോളും കൂടി ആഡ് ചെയ്യും. അഡീഷൻ ഓഫ് എത്തിലിൻ ഗ്ലൈക്കോൾ ഡിക്രീസസ് എ ഫ്രീസിംഗ് പോയിന്റ്. നമ്മൾ എത്തിലിൻ ഗ്ലൈക്കോൾ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറയും. അഡീഷൻ ഓഫ് എത്തിലിൻ ഗ്ലൈക്കോൾ ഇൻ സമ്മർ ഇൻക്രീസസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ നോൺ ആസ് ബോയിലിയോമർ. അതായത് എത്തിലിൻ ഗ്ലൈക്കോൾ നമ്മൾ സമ്മറിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ബോയിലിയോമർ എന്ന് പറയാം. ഇനി അടുത്തത് മെൽറ്റിംഗ് ഓഫ് ഐസ് ഓൺ റോഡ്സ് ആണ് അടുത്ത ആപ്ലിക്കേഷൻ. എന്തായാലും റോഡിലൊക്കെ ഐസ് ഇങ്ങനെ വീഴുണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ മെൽറ്റിംഗ് ഇൻ വാട്ടർ വെദർ ഇസ് ഹെവി റെയിൻഫോൾ NaCl or CaCl2 സ്പ്രിങ്കിൾഡ് ഓവർ ഐസ് ടു മെൽറ്റ് ദി ഐസ്. അതായത് ഐസിനെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ സ്നോഫോൾ കൂടുതലുള്ള ഭാഗങ്ങളില്ലേ അവിടെയൊക്കെ ഇങ്ങനെ ഐസ് ഉണ്ടാവും. അപ്പോൾ ഐസിനെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് NaCl അല്ലെങ്കിൽ CaCl2 വെതറും. അപ്പോൾ എന്തുണ്ടാവും, ഐസ് മെൽറ്റ് ആവും. ഇത് എന്തിനെങ്ങനെ ചെയ്യണേ, ഇത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം? This is due to the fact that addition of NaCl decreases the vapor pressure of water. അതായത് നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണു, വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ കുറയണു അല്ലേ? അതുകൊണ്ടാണ് നമുക്കത് ഐസ് മെൽറ്റാക്കി കിട്ടണേ. when the temperature of surrounding is above -21 degrees Celsius. അതായത് NaCl മിക്സ്ചർ ഫ്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -21 degrees Celsius ആണ്. അപ്പോൾ അതിൻ്റെ മേലെയുള്ള ടെമ്പറേച്ചറാണ് സറൗണ്ടിങ്ങിന് ഉള്ളതെന്ന് വെച്ചാൽ മിക്സ്ചർ ഡസ് നോട്ട് ഫ്രീസ് ബട്ട് കീപ്സ് ഓൺ മെൽറ്റിംഗ്. ഫ്രീസ് ചെയ്യില്ല, അത് മെൽറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ -21 degrees Celsius എന്ന് പറയുന്നതാണ് NaCl മിക്സ്ചർ ഫ്രീസ് ചെയ്യാനുള്ള ഒരു ടെമ്പറേച്ചർ. അപ്പോൾ അതിൻ്റെ മേലെയുള്ള ടെമ്പറേച്ചറാണ് സറൗണ്ടിങ്ങിനുള്ളതെന്ന് വെച്ചാൽ അത് മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പ്രിസർവേഷൻ ഓഫ് മീറ്റ് ബൈ സ്പ്രിങ്ക്ലിംഗ് സോൾട്ട്. മീറ്റൊക്കെ നമുക്ക് പിറ്റേ ദിവസത്തേക്കൊക്കെ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് സോൾട്ട് ഉപ്പിലിടും. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്പോയിലിംഗ് ലോസസ് വാട്ടർ. അതായത് മീറ്റിൽ നിന്ന് വെള്ളം പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡാണ് ഈ സ്പ്രിങ്ക്ലിംഗ് ഓഫ് സോൾട്ട് ഓവർ ദി മീറ്റ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾസ് ഓഫ് ഓസ്മോസിസ്, അതായത് ഓസ്മോസിസിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. റോ മാംഗോ ഷ്രിങ്ക് വെൻ പിക്കിൾഡ് ഇൻ സോൾട്ട് വാട്ടർ. അതായത് പച്ചമാങ്ങയൊക്കെ നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് എന്തുണ്ടാവും, ഷ്രിങ്ക് ചെയ്യും അല്ലേ? കാരണം എന്താ, വാട്ടർ ഫ്ലോസ് ഫ്രം മാംഗോ ഇൻ ടു ദ സോൾട്ട് സൊല്യൂഷൻ. എവിടെയാണ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഗ്രേറ്റർ, നമ്മുടെ സോൾട്ട്സ് വാട്ടറിലല്ലേ? അപ്പോൾ ലോവർ കോൺസെൻട്രേഷൻ ഹയർ കോൺസെൻട്രേഷനിലേക്കല്ല വാട്ടർ പോവുക. അതുകൊണ്ട് റോ മാംഗോസിലെ വാട്ടർ സോൾട്ട് സൊല്യൂഷനിലേക്ക് പോകണം, അതുകൊണ്ടാണ് ഷ്രിങ്ക് ചെയ്യണത്. ഇനി ഡ്രൈ ക്യാരറ്റ് വെൻ പ്ലേസ്ഡ് ഇൻ വാട്ടർ ബിക്കെയിം ഫേം അഗെയിൻ. ഫേം എന്ന് പറഞ്ഞാൽ തടിച്ചിട്ട് അല്ലേ? അപ്പോൾ ഡ്രൈ ക്യാരറ്റൊക്കെ നമ്മൾ വെള്ളത്തിൽ വെച്ചാൽ അത് ഫേമായിട്ട് തടിച്ചിട്ടിരിക്കും. എന്തുകൊണ്ടാണ്? ക്യാരറ്റ്സ് ബിക്കം ഡ്രൈ ഡ്യൂ ടു ദ ലോസ് ഓഫ് വാട്ടർ ടു ദി അറ്റ്മോസ്ഫിയർ. അതായത് അറ്റ്മോസ്ഫിയറിലേക്ക് വാട്ടർ പോണ കാരണമാണ് ക്യാരറ്റ് ഡ്രൈ ആവുന്നത്. സോ വെൻ പ്ലേസ്ഡ് ഇൻ വാട്ടർ, വാട്ടർ ഫ്ലോസ് ഇൻ ടു ദ ക്യാരറ്റ് ആൻഡ് ദി ബിക്കം ഫേം അഗെയിൻ. അപ്പോൾ വെള്ളത്തിൽ വെക്കുമ്പോൾ ക്യാരറ്റിന് എന്ത് സംഭവിക്കണോ, അതിലേക്ക് വെള്ളം കയറണു അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും വീർത്ത് വരും. പിന്നെ ലാസ്റ്റത്തെ ബ്ലഡ് സെൽ ഷ്രിങ്ക് വെൻ പ്ലേസ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് NaCl സൊല്യൂഷൻ. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള NaCl സൊല്യൂഷനിൽ വെച്ചാൽ ബ്ലഡ് സെൽസ് ഷ്രിങ്ക് ചെയ്യും. കോൺസെൻട്രേറ്റഡ് NaCl സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സോൾട്ടിൻ്റെ അളവ്
കൂടുതലുള്ളത് അല്ലേ. സോൾട്ടിൻ്റെ അളവ് കൂടുതലെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റ് മോളിക്യൂൾസ് ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ സൊല്യൂട്ട് കോൺസെൻട്രേഷനിലേക്കാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എവിടെയാണ്? ബ്ലഡ് സെൽസിൽ. അതുകൊണ്ട് നമ്മുടെ ബ്ലഡ് സെൽസിലുള്ള വെള്ളം NaCl സൊല്യൂഷനിലേക്ക് പോകും, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള NaCl സൊല്യൂഷനിലേക്ക് പോകും. അപ്പോൾ ബ്ലഡ് സെൽസ് ഷ്രിങ്ക് ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ അതാണ് അടുത്ത ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ സൊല്യൂഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫോക്കസ് ഏരിയാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.